എഡിറ്റേഴ്സ് അവർ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിലെ രാഷ്ട്രീയ കൊല ദേശീയ വിഷയമാക്കാൻ ബി.ജെ.പി. കൊല്ലപ്പെട്ട രാജേഷിന്റെ വീട് ഞായറാഴ്ച അരുൺ ജെയ്റ്റ്ലി സന്ദർശിക്കും. ലോക്സഭയിൽ ബി.ജെ.പി. ഇടത് എംപിമാരുടെ വാക്കേറ്റം. Speaker, I would like to know from the ruling party, that is whether CPM is a terrorist party or not. രാജ്യസഭാ സീറ്റ് വിവാദത്തിൽ CPIM സംസ്ഥാന സമിതിയിൽ സീതാറാം യെച്ചൂരിക്ക് നിശ്ചിത വിമർശനം. ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ഡി സിനിമാസ് അടച്ചുപൂട്ടാൻ ചാലക്കുടി നഗരസഭയുടെ തീരുമാനം. നടിയെ ആക്രമിച്ച കേസിൽ നാദിർ ഷാ ഉടൻ അറസ്റ്റിലായേക്കും. പൾസർ സുനി പറഞ്ഞ മാഡം സാങ്കല്പിക കഥാപാത്രമാണെന്ന് പോലീസ്. നടിയെ അവഹേളിച്ചെന്ന പരാതിയിൽ ടി പി സെൻകുമാറിന് ക്ലീൻ ചിറ്റ്. മകന്റെ വിവാഹത്തിന് കേരളത്തിലെത്താൻ അബ്ദുൽ നാസർ മാദനിക്ക് സഹായമേകി സുപ്രീം കോടതി. സുരക്ഷാ ചെലവിന്റെ പേരിൽ അമിത തുക ഈടാക്കാൻ പാടില്ല. യാത്ര മുടക്കാനാണോ കർണാടകയുടെ ശ്രമമെന്ന് കോടതി. പുതുക്കിയ ചെലവ് പട്ടിക നാളെ സമർപ്പിക്കണം. ഗുജറാത്തിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നോട്ട ഉപയോഗിക്കാമെന്ന് സുപ്രീം കോടതി. കോൺഗ്രസിന്റെ സ്റ്റേ ആവശ്യം തള്ളി. കോൺഗ്രസിന്റെ പരാജയ ഭീതിയോ എന്ന് കോടതി. രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളിൽ നോട്ട ഉപയോഗിക്കാമോ എന്നതിൽ വിശദമായ വാദം പിന്നീട്. സർദാർ സിംഗിനും ദേവേന്ദ്ര ജഗാരിയയ്ക്കും ഖേൽ രത്ന പുരസ്കാരം. മലയാളി താരങ്ങൾക്ക് അർജുന അവാർഡില്ല. ഹർമൻപ്രീത് കൗറിനും ചേതേശ്വർ പൂജാരയ്ക്കും അംഗീകാരം. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റിൽ പൂജാരയ്ക്കും രഹാനയ്ക്കും സെഞ്ചുറി. കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളെയും സംഘർഷങ്ങളെയും ചൊല്ലി CPIM ബി.ജെ.പി. അംഗങ്ങൾ തമ്മിൽ ലോക്സഭയിൽ വാക്കേറ്റം. കേരളത്തിൽ താലിബാൻ മോഡൽ ആക്രമണമാണ് CPIM നടത്തുന്നതെന്നും പിണറായി വിജയന്റെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങളെന്നുമുള്ള പ്രസ്താവന ബി.ജെ.പി. അംഗങ്ങൾ പിൻവലിക്കണമെന്ന് ഇടതുപക്ഷ എംപിമാർ ഇന്ന് ലോക്സഭയിൽ ആവശ്യപ്പെട്ടു. ബി.ജെ.പി. CPIM അംഗങ്ങളുടെ പ്രതിഷേധങ്ങളെ തുടർന്ന് ലോക്സഭാ നടപടികൾ ഇടയ്ക്ക് തടസ്സപ്പെട്ടു. കേരളത്തിൽ താലിബാൻ മോഡൽ ആക്രമണങ്ങളാണ് CPM നടത്തുന്നതെന്നും പിണറായി വിജയന്റെ നാട്ടിലാണ് ഏറ്റവും അധികം കൊലപാതകങ്ങൾ നടക്കുന്നതെന്നും ബി.ജെ.പി. എംപിമാരായ മീനാക്ഷി ലേഖിയും പ്രഹ്ലാദ് ജോഷിയും ഇന്നലെ ലോക്സഭയിൽ ആരോപിച്ചിരുന്നു. ഇതിന് മറുപടി നൽകാൻ സ്പീക്കർ സുമിത്ര മഹാജൻ പി കരുണാകരൻ എംപിക്ക് ഇന്ന് ശൂന്യവേളയിൽ അനുമതി നൽകി. മീനാക്ഷി ലേഖിയും പ്രഹ്ലാദ് ജോഷിയും പരാമർശം പിൻവലിക്കണമെന്നും ഖേദം പ്രകടിപ്പിക്കണമെന്നും പി കരുണാകരൻ ആവശ്യപ്പെട്ടു. അക്രമങ്ങൾ തടയുന്നത് ബി.ജെ.പിയും RSSുമാണെന്നും CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ 3 തവണ ഓഫീസിൽ കയറി ആക്രമിക്കാൻ ശ്രമിച്ചെന്നും കരുണാകരൻ ചൂണ്ടിക്കാട്ടി. Serious allegations against the CPIM leaders, including Chief Minister of Kerala and the Secretary of the State Committee. There is no justification giving the names of the Chief Minister of Kerala. കരുണാകരന്റെ പ്രസംഗം ബി.ജെ.പി. അംഗങ്ങൾ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. കർണാടകത്തിൽ നിന്നുള്ള ബി.ജെ.പി. എംപിമാരാണ് ബഹളത്തിന് നേതൃത്വം നൽകിയത്. ഇതേ തുടർന്ന് ഇടതുപക്ഷ എംപിമാരും നടുത്തളത്തിലേക്ക് നീങ്ങി. ബഹളം ശക്തമായതിനെ തുടർന്ന് സ്പീക്കർ അല്പസമയം സഭാ നടപടികൾ നിർത്തിവെച്ചു. കേരളത്തിൽ ദളിതരെ CPM കൊല്ലുന്നുവെന്ന ബി.ജെ.പി. അംഗത്തിന്റെ പരാമർശത്തെ തുടർന്ന് രാജ്യസഭയിലും CPM ബി.ജെ.പി. അംഗങ്ങൾ തമ്മിൽ ബഹളം വെച്ചു. റിപ്പോർട്ടർ, ദില്ലി. തിരുവനന്തപുരത്ത് കൊല്ലപ്പെട്ട RSS കാര്യവാഹക രാജേഷിന്റെ വസതി അരുൺ ജെയ്റ്റ്ലി സന്ദർശിക്കും. ഞായറാഴ്ചയാണ് ജെയ്റ്റ്ലി തിരുവനന്തപുരത്ത് എത്തുക. കേരളത്തിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ ദേശീയ തലത്തിൽ ചർച്ചയാക്കാൻ ബി.ജെ.പി. ശ്രമിക്കുന്നതിനിടയിലാണ് ജെയ്റ്റ്ലി കേരളത്തിലെത്തുന്നത്. രാജേഷിന്റെ മരണം NIA അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി. എംപിമാർ ഇന്നലെ രാജ്നാഥ് സിംഗിന് നിവേദനം നൽകുകയും ചെയ്തിരുന്നു. ഈ വിഷയമാണ് എഡിറ്റേഴ്സ് അവർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. VV രാജേഷ് ബി.ജെ.പിയുടെ സംസ്ഥാന സെക്രട്ടറി, മുഹമ്മദ് റിയാസ് DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്, ശ്രീ ജ്യോതികുമാർ ചാമക്കാല KPCC സെക്രട്ടറി, ശ്രീ ജേക്കബ് ജോർജ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്നിവർ ചർച്ചയിൽ. ആദ്യം ശ്രീ മുഹമ്മദ് റിയാസ്, കേരളത്തെ ദൈവം കൈയൊഴിഞ്ഞ നാട് എന്ന് വിശേഷിപ്പിക്കാൻ ബി.ജെ.പിക്ക് അവസരം നൽകിയത് നിങ്ങളല്ലേ? അല്ല, ഞങ്ങളിപ്പോൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ബി.ജെ.പിക്ക് കേരളത്തിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് ഒരു നിലപാടുണ്ട്. ആ നിലപാട് അവർ ഉയർത്തിപ്പിടിക്കും. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ ഭരണത്തെ 2 രീതിയിൽ ബി.ജെ.പി. ഭയപ്പെടുന്നുണ്ട് നമ്മുടെ രാജ്യത്ത്. ഒന്ന്, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു ബദൽ നയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലകൊള്ളുന്നു. മഹാഭൂരിപക്ഷം വരുന്ന സാധാരണ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നു. ഇത് മറ്റ് സംസ്ഥാനങ്ങളിലും രാജ്യത്തും ഈ ആൾട്ടർനേറ്റീവ് നിയോ ലിബറൽ പോളിസിയുടെ ഈ ആൾട്ടർനേറ്റീവ് അങ്ങനെ വിശാലമായി പറഞ്ഞു പോകരുത്. കേരളത്തിലെ മുഹമ്മദ് റിയാസ്, ത്രിപുരയിലും ഇടതുമുന്നണി ഭരിക്കുന്നുണ്ട്. ത്രിപുരയെ ആരും ജഗുത്താന്റെ നാടെന്ന് വിളിച്ചിട്ടില്ല. ഇവിടെ കൊല്ലപ്പെട്ടത് ബി.ജെ.പിയുടെ പ്രവർത്തകൻ രാജേഷാണ്. ആക്രമിക്കപ്പെട്ടത് ബി.ജെ.പിയുടെ കാര്യാലയമാണ്. അതുകൊണ്ടാണ് ബി.ജെ.പിക്ക് കേരളത്തെ ദൈവം കൈയൊഴിഞ്ഞ നാടെന്ന് വിളിക്കേണ്ടി വരുന്നത്. ത്രിപുരയിൽ ഒരാഴ്ച മുമ്പ് DYFIയുടെ നേതാവ് CPIMന്റെ പ്രവർത്തകനെ RSSകാർ കൊലപ്പെടുത്തിയത് അഭിലാഷിന് ഓർമ്മയില്ലെങ്കിലും എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എവിടെ ഭരിക്കുന്നുവോ
അവിടെ അക്രമം നടത്തുന്നു. ഞാൻ കേരളത്തിലേക്ക് വരാം. ഒരു ഭയത്തിൻ്റെ കാരണം ഞാൻ പറഞ്ഞു. കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ രണ്ടാമത്തെ ഭയം, കേരളത്തിൽ മതന്യൂനപക്ഷങ്ങൾ, ദളിതർ ഉൾപ്പെടെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നു. സർക്കാർ ശക്തമായ നിലപാടെടുക്കുന്നു. കേരളത്തിൽ ജുനൈദ് സംഭവങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ജുനൈദിൻ്റെ ഉമ്മ പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കാണാൻ വരുന്നു. അവർ രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ ഹരിയാന മുഖ്യമന്ത്രി ഖട്ടറിനെയോ അല്ല കാണാൻ പോയത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കാണാൻ വരുന്നു. കാരണം കേരളം ഗവൺമെൻറ് എടുക്കുന്ന നിലപാട് അവരുൾപ്പെടെ അംഗീകരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് നിലയിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് കണ്ണിലെ കരടാണ് രാജ്യത്തെ BJP നേതൃത്വത്തിനും BJP ഗവൺമെന്റിനും. അല്ല, അത് CPIM ഭാഷ്യം. ശ്രീ മുഹമ്മദ് റിയാസ്, ശരി, കേരളത്തിൽ ജുനൈദ് സംഭവം നടക്കുന്നില്ല, പക്ഷെ കേരളത്തിൽ രാജേഷ് സംഭവം നടക്കുന്നുണ്ട്. ജുനൈദിന്റെ മാതാപിതാക്കൾ ഇവിടേക്ക് വന്നിരിക്കാം, രാജേഷിന്റെ മാതാപിതാക്കൾ എങ്ങോട്ട് പോകണം? ഞാൻ ആദ്യമേ പറയട്ടെ, വ്യക്തിപരമായ കാരണത്താലോ രാഷ്ട്രീയമായ കാരണത്താലോ ആളുകൾ കൊല്ലപ്പെടാൻ വേണ്ടി പാടില്ല. മനുഷ്യന്റെ ജീവൻ അമൂല്യമാണ്. മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ നൽകാൻ തയ്യാറായി പ്രവർത്തിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഇവിടെ രാജേഷ് എന്തിനു കൊല്ലപ്പെട്ടു, എങ്ങനെ കൊല്ലപ്പെട്ടു എന്നൊക്കെ ആ പ്രദേശത്തുള്ള എല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ കൊല്ലപ്പെട്ട ഒരാളെക്കുറിച്ച് പറഞ്ഞു പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. രണ്ട്, ഈ ചർച്ചയും വൈകാരികമായ വാഗ്വാദങ്ങളാക്കി മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട് ആണ്. ഇങ്ങോട്ട് ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ തിരിച്ച് നന്നായിട്ട് പറയേണ്ടി വരും. താങ്കൾ നിലപാട് വ്യക്തമാക്കിയല്ലോ. ശ്രീ വി വി രാജേഷ്, ഇന്ന് ഇടതുപക്ഷത്തിന്റെ MP-മാർക്ക് മതിയായി സംസാരിക്കാനുള്ള സമയം പോലും പാർലമെന്റിൽ കിട്ടിയില്ല. ഇന്നലെ BJP-യുടെ ഒരാളല്ല 2 പേരാണ് കണക്ക് നിരത്തി കേരളത്തിലെ കാര്യങ്ങൾ ലോക്സഭയിൽ പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ, കേരളത്തെ ദൈവം കൈയൊഴിഞ്ഞ നാടായി വിശേഷിപ്പിക്കുമ്പോൾ, വളരെ ഏകപക്ഷീയമായി നിങ്ങളുടെ ഭാഗത്ത് സംഭവിച്ച നഷ്ടം മാത്രം എന്തേ പറഞ്ഞു? അങ്ങനെ ഏകപക്ഷീയമായി ഒരു ഭാഗത്ത് മാത്രം ആളുകൾ കൊല്ലപ്പെടുന്ന നാടാണോ കേരളം? കേരളത്തിൽ ഏറ്റവും ശക്തിയുള്ള പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടി, കേരളം ഭരിക്കുന്ന പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടി. ആ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ അവർ രാഷ്ട്രീയ പ്രതിയോഗികളെ വകവരുത്തുന്നു. ആക്രമിച്ചായാലും ചിലത് കൊലപാതകത്തിൽ കലാവശിക്കുന്നു. ഇതിൽ നിവർത്തികെടുമ്പോൾ സ്വാഭാവികമായിട്ടും ജീവനുള്ള മനുഷ്യർ ചില സ്ഥലങ്ങളിൽ പ്രതിരോധിക്കും. അപ്പോൾ ചില സ്ഥലങ്ങളിൽ തിരിച്ചും സംഭവിക്കാറുണ്ട്. എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടി ദുർബലമായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ അവരുടെ പ്രവർത്തകരെ ആരും തന്നെ ഒരു പൂവ് പോലും നുള്ളിയിട്ട് നോവിക്കുന്നില്ല. കാരണം പ്രത്യേകിച്ചും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പൂർണ്ണമായിട്ടും പ്രവർത്തന സ്വാതന്ത്ര്യം എല്ലാവർക്കുമുള്ള അവകാശമാണ്. അത് ഹനിക്കുവാൻ വേണ്ടി ആരെയും സമ്മതിക്കാറില്ല. അവരൊക്കെ പ്രവർത്തിക്കുന്നു. കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടി വിചാരിച്ചു കഴിഞ്ഞാൽ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ശ്രീ വി രാജേഷ്, ഞാൻ ചോദിച്ച ചോദ്യം, ന്യൂഡൽഹിയിൽ നിന്നുള്ള MP മീനാക്ഷി ലേഖി പിണറായി വിജയൻ അധികാരത്തിലെത്തിയതിന് ശേഷം നടന്നിട്ടുള്ള 14 കൊലപാതകങ്ങൾ എണ്ണി പേര് സഹിതം പറഞ്ഞു. കൊല്ലപ്പെട്ടത് BJP-ക്കാരാണ്, സമ്മതിക്കുന്നു. നിങ്ങൾ കൊന്ന ആളുകളുമുണ്ടല്ലോ ഈ 14 മാസത്തിനിടയിൽ, അവരുടെ പേരെന്തേ പറയാതിരുന്നത്? അത് ഭരണത്തിന്റെ തകർച്ചയാണ്. ശ്രീമതി മീനാക്ഷി ലേഖി കേരളത്തിലെ അക്രമ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുവാനും കേരളത്തിലുടനീളം യാത്ര ചെയ്യുവാനും അവർക്ക് യാത്ര ചെയ്ത് കിട്ടുന്ന അനുഭവങ്ങൾ പാർലമെന്റിലും ദേശീയ തലത്തിലും അവതരിപ്പിക്കുവാനും വേണ്ടി പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ള നേതാക്കന്മാരിൽ ഒരാളാണ്. അവർ കേരളത്തിൽ കഴിഞ്ഞ ഒരുപാട് കാലമായി യാത്ര ചെയ്യുന്നു. വിവരങ്ങൾ അവരുടെ കയ്യിലുണ്ട്, ഞങ്ങളുടെ പക്കലുള്ളതുപോലെ അവരുടെ കയ്യിലുണ്ട്. അവർ അക്കാര്യങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നു. ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഇതിന്റെ പങ്കാർക്ക? സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ. സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന്റെ ഒത്താശയോടെയാണല്ലോ പല സ്ഥലങ്ങളിലും അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നത്. സ്വാഭാവികമായിട്ടും അവർ ആ ചിത്രങ്ങൾ വരച്ചു കാട്ടും. ശ്രീ വി വി രാജേഷ്, മീനാക്ഷി ലേഖി കേരളത്തിൽ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാകും ഒരു ഭാഗത്തേക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക. എനിക്ക് അക്കാര്യത്തിൽ തർക്കമില്ല. അതെന്തേ ഏകപക്ഷീയമായി കേരളത്തിലെ ക്രമസമാധാന തകർച്ചയെക്കുറിച്ചൊരു ഭാഷ്യം നൽകുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇത് പാർലമെന്റിലുള്ള മുഴുവൻ ആളുകളും കേൾക്കുന്നതാണല്ലോ. അപ്പോൾ അവർ വിചാരിക്കുക കേരളത്തിലെ സംഘപരിവാറിന്റെ അനുകൂലികളായ പ്രവർത്തകർ മാത്രമാണ് കൊല്ലപ്പെടുന്നത് എന്നാണ്. മീനാക്ഷി ലേഖി പേരെടുത്ത് പറയുന്നു. പ്രമോദ്, രാമചന്ദ്രൻ, വിനീഷ്, വിഷ്ണു, രമിത്, അനിൽകുമാർ, രാധാകൃഷ്ണൻ, സന്തോഷ്, രവീന്ദ്രനാഥ്, സുജിത്, ബിജു, രാജേഷ്, വിമല, ഇത്രയും ആളുകൾ പിണറായി വിജയൻ അധികാരത്തിലേറ്റതിന് ശേഷം കേരളത്തിൽ കൊല്ലപ്പെട്ട ആളുകളാണ് എന്ന് സമ്മതിച്ചു. ശരിയാണ്, മീനാക്ഷി ലേഖി അത് പറഞ്ഞു. ഞാൻ വേറൊരു ലിസ്റ്റ് വായിക്കാം. CV രവീന്ദ്രൻ, ശശികുമാർ, ധൻരാജ്, മോഹനൻ, ഫൈസൽ, മുരളി, നിർമ്മൽ, റിയാസ് മൗലവി, സുരേഷ്, അനന്തു, ഇവരും പിണറായി വിജയൻ അധികാരത്തിലേറ്റതിന് ശേഷം കേരളത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ പേരാണ്. ഈ പേരുകൾ മീനാക്ഷി ലേഖി ലോക്സഭയിൽ വായിച്ചില്ല, പറഞ്ഞില്ല. കാരണം എന്താ? അവരെ കൊന്നത് നിങ്ങളുടെ ആളുകളായതുകൊണ്ടാണ്.
അഭിലാഷ്, ഒരു കൊലപാതകവും ഉണ്ടാകാൻ പാടില്ല, ഒരു അക്രമം ഉണ്ടാകാൻ പാടില്ല. മീനാക്ഷി ലേഖിയും പ്രഹ്ലാദ് ജോഷിയും ഇക്കാര്യം അവതരിപ്പിച്ചത്. ശ്രീ അരുൺ ജെയ്റ്റ്ലി ഞായറാഴ്ച കേരളം സന്ദർശിക്കാൻ പോകുന്നത് അക്രമത്തിലൂടെയുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഇന്ത്യയിൽ ഒരിടത്തും ഉണ്ടാകാൻ പാടില്ല, അതിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിൽ അത് അവസാനിക്കണം. ശ്രീ രാജേഷിന്റെ ജീവൻ നമ്മെ വിട്ടുപിരിഞ്ഞത് കേരളത്തിൽ അവസാനത്തെ രാഷ്ട്രീയ കൊലപാതകമായിരിക്കണം എന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള യാതൊരു സംഭവം ഉണ്ടാകാത്തത്. ശരി, ഈ അക്രമ ശരി, അതാണ് ബി ജെ പിയുടെ നിലപാട്. ഞാൻ മടങ്ങിയെത്താം ശ്രീ വി വി രാജേഷ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് തിരുവനന്തപുരത്ത് CPIM-ന്റെയും BJP-യുടെയും ഉഭയകക്ഷി യോഗം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുകയും അതിനുശേഷം രണ്ട് പാർട്ടികളുടെയും സംസ്ഥാന അധ്യക്ഷന്മാർ ഇനി ഞങ്ങളുടെ ഭാഗത്തു നിന്ന് സംയമനമേ ഉണ്ടാവുകയുള്ളൂ, പ്രകോപനം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞത്. അതിനുശേഷം ഈ വിഷയം ഒരു ദേശീയ വിഷയമായി ഉയർന്നു വരികയും പാർലമെന്റിലടക്കം ഈ വിഷയം ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഉയർന്നു വരികയും ചെയ്യുന്നത് എരിതീയിൽ എണ്ണ ഒഴിക്കുന്നത് മാതിരിയല്ലേ? അഭിലാഷ്, ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്ത് പരിഹരിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നാലും BJP-യുടെ ഭാഗത്തുനിന്നാലും ഇത് ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിക്കുന്ന രീതിയിൽ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുപോകുന്നു എന്നതിൽ നിന്ന് അഭിലാഷ് പറഞ്ഞത് ശരിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഇവിടെ ഇത്തരം സംഘർഷങ്ങൾ, ഇത്തരം ആശങ്കകൾ, ഇത്തരം പ്രതിസന്ധികൾ നിലനിൽക്കുന്നു എന്ന് ദേശീയ തലത്തിൽ അറിയിക്കുന്നതിലൂടെ ഒരു വിഭാഗം ഇവിടെ കടന്നു കയറാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു വിഭാഗം അവരെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. ഇതിൽ നഷ്ടപ്പെടുന്നത് ആർക്കാണ്? കേരളീയർക്കാണ്. കേരളീയർക്ക് ഇവിടെ സമാധാനം നഷ്ടപ്പെടുന്നു, ഇവിടെ അക്രമം നടക്കുന്നു. ഒരു ഭാഗത്ത് അക്രമവും സമാധാനം നടക്കുമ്പോൾ ഇവിടുത്തെ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്നു. ഇവിടെ ഓണം വരികയാണ്, ഒരു മാസത്തിനകം ഓണമാണ്. ദേശീയ തലത്തിൽ മലയാളികളുടെ ദേശീയോത്സവമാണ് ഓണം. ഇവിടെ ഓണവുമായി ബന്ധപ്പെട്ട് ടൂറിസം വാരാഘോഷം നടക്കുന്നു. ഇവിടെ നമുക്കറിയാം അന്തർദേശീയ ടൂറിസ്റ്റുകളെക്കാൾ ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത് ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളാണ്. അപ്പോൾ ഇവിടുത്തെ മറ്റ് വികസന പ്രവർത്തനങ്ങൾ, ഇവിടെ ഇൻവെസ്റ്റ്മെന്റുകളെ സംബന്ധിച്ച് അവർ വാരാ പറയുന്നു. അപ്പോൾ ഇതെല്ലാം തടസ്സപ്പെടുന്ന രീതിയിൽ കേരളം ഒരു ദുഷിച്ച നാടാണ്. മുമ്പ് അവർ പാർലമെന്റിൽ പറഞ്ഞ വാക്കുകൾ ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇത്തരത്തിൽ കേരളത്തിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു, കേരളത്തിൽ ക്രമസമാധാന അന്തരീക്ഷം തകർന്നിരിക്കുന്നു എന്ന് വരുത്തി തീർക്കുവാൻ ഈ രണ്ട് കൂട്ടരും ശ്രമിക്കുന്നു. അവർ കഴിഞ്ഞ തിങ്കളാഴ്ച നടത്തിയ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ ഇവർക്ക് യാതൊരു ആത്മാർത്ഥതയുമില്ല എന്ന് തെളിയിക്കുന്ന താങ്കൾക്ക് തോന്നുന്നത്? ശ്രീ മുഹമ്മദ് റിയാസ്, കേരളത്തിലെ ക്രമസമാധാന വിഷയവും കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളും കഴിഞ്ഞ 2 വർഷമെങ്കിലുമായി ഒരു ദേശീയ രാഷ്ട്രീയ വിഷയമാണ്. അത് ദേശീയ മുഖ്യധാരയിലെ ഒരു ചർച്ചയാണ്. അത് നിങ്ങൾക്ക് നന്നായി അറിയാവുന്നതുമാണ്. എന്നിട്ടും കേരളത്തെ ദേശീയ തലത്തിൽ ഒരു കില്ലിംഗ് ഫീൽഡ് എന്ന് വിശേഷിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഈ സംസ്ഥാനത്ത് ഉണ്ടാകുന്നുണ്ട്. ആ ഉണ്ടാകുന്നതിൽ നിങ്ങളുടെ പാർട്ടിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുമുണ്ട്. അതെന്തുകൊണ്ടാണ്? നിങ്ങളുടെ അണികളെ രാഷ്ട്രീയമായി ഇങ്ങനെയല്ല വേണ്ടത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കാനുള്ള, മനസ്സിലാക്കാനുള്ള ശേഷി പാർട്ടിക്കില്ലാത്തത് കൊണ്ടാണോ? അത് നന്നായിട്ടുള്ളത് കൊണ്ടാണ് കേരളത്തിൽ BJP നല്ല നിലയിൽ പ്രവർത്തനം നടത്താൻ വേണ്ടി സാധിക്കുന്നത്. കൃത്യമായി രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് കായികപരമായ ഒരു പോരാട്ടമല്ല, ആശയപരമായ പോരാട്ടമാണ്. സംഘപരിവാറിൻ്റെ അപകടകരമായ ആശയത്തോട് ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല. കോൺഗ്രസിനെ പോലെ രാത്രി ഉറങ്ങാൻ നേരത്ത് കോൺഗ്രസ് രാവിലെ എണീറ്റ BJP ആകുന്നവരല്ല ഞങ്ങൾ. അത് നന്നായി ഞങ്ങൾ പറയുന്നതുകൊണ്ടാണ് കേരളം എങ്ങനെയാവുന്നത്. ഇവിടെ ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. ലോക രാഷ്ട്രീയത്തിൽ മദർ തെരേസയെ തെറി വിളിച്ച ആദ്യത്തെ നേതാവാണ് ശ്രീ യോഗി ആദിത്യനാഥ്. അദ്ദേഹം ഭരണം തുടങ്ങി 2 മാസത്തിൻ്റെ ഇടയിലുള്ള കണക്ക് ഞാൻ പറയാം. 803 ബലാത്സംഗം, 723 കൊലപാതകം, 703 കവർച്ച, 2018 കിഡ്നാപ്പിംഗ്. ഞാൻ രാജേഷ് ഏതോ ഒരു ചാനലിൽ ഇതിന് മറുപടി പറയുന്നത് കേട്ടു. അത് ഇപ്പം ഇത്രേ കുറഞ്ഞിട്ടുള്ളൂ, നേരത്തെ അഖിലേഷ് ഉള്ളപ്പോൾ ഇതിലും അധികം ഉണ്ടായിരുന്നു. രാജേഷ് ദയവ് ചെയ്ത് അങ്ങനത്തെ മറുപടി ഒന്നും ഈ ചർച്ചയിൽ പറയരുത്. അപ്പം താലിബാൻ എന്ന് കേരളത്തെ വിളിക്കുന്ന ഈ BJP MP-മാർ ഉത്തർപ്രദേശിൽ എന്താ നടക്കുന്നത് ഈ കണക്ക് പ്രകാരം പരിശോധിച്ചു ഗുജറാത്തിലേക്കും മഹാരാഷ്ട്രയിലേക്കും മധ്യപ്രദേശിലേക്കൊന്നും പോകാൻ ഞാനിപ്പോൾ ഇല്ല. രാജീവ് സർദേശായി അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകനാണല്ലോ. അദ്ദേഹം തന്നെ കേരളത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. 51 CPIM-ന്റെ പ്രവർത്തകർ കൊല്ലപ്പെട്ടു, 34 RSS കൊല്ലപ്പെട്ടു. ഇത്ര പീരീഡിനിടയിൽ പറഞ്ഞു. ഒരാൾ പോലും കൊല്ലപ്പെടാൻ വേണ്ടി പാടില്ല രാഷ്ട്രീയ പ്രവർത്തനം. അപ്പോൾ കേരളത്തിൽ നടക്കുന്നത് എന്താ? വളരെ ബോധപൂർവം കേരളത്തെ കുഴപ്പമുണ്ടാക്കുക. കേരളത്തിൽ കുഴപ്പമുണ്ടാക്കിയിട്ട് കേരളത്തിലാകെ പ്രശ്നമാണെന്ന് വരുത്തി തീർക്കുക. അല്ല, കേരളത്തിലാകെ പ്രശ്നമാണെന്ന് വരുത്തുന്നതും ആരാണ്? ശ്രീ മുഹമ്മദ് റിയാസ്, BJP-യുടെ സംസ്ഥാന കാര്യാലയം ആക്രമിച്ചത് BJP-കാരാണോ? ഈ തിരുവനന്തപുരത്തെ ശ്രീകാര്യത്തെ രാജേഷിനെ വെട്ടിക്കൊന്നത് BJP-കാരാണോ?
ആരാണ് കുഴപ്പമുണ്ടാക്കുന്നത്? അല്ല, ഒരു പാർട്ടിയുടെയും ആഫീസ് ആക്രമിക്കപ്പെടാൻ വേണ്ടി പാടില്ല. രാജേഷിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ആവർത്തിക്കുന്നില്ല. ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന രാജേഷ് ഉണ്ടല്ലോ, ചർച്ചയിൽ പങ്കെടുക്കുന്ന രാജേഷ് നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിന്റെ പുറത്ത് ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ലല്ലോ. CPIMന്റെ കേന്ദ്ര കമ്മിറ്റി ആഫീസ് കേരളത്തിൽ മലപ്പുറം ജില്ലയിലല്ല, ഡൽഹിയിലാണ്. 8 തവണയാണ് ഞങ്ങൾ ആക്രമിച്ചത്. RSSന്റെ നേതാക്കന്മാരുടെ കണ്ണ് ഇന്ത്യ ഗേറ്റിന് മുമ്പിൽ കറുത്ത തുണിയോണ്ട് കെട്ടി BJP ആഫീസിലേക്ക് നടന്നു പോകാൻ പറഞ്ഞവർക്ക് വഴിയറിയില്ല. പക്ഷേ ഞങ്ങളുടെ ആഫീസിലേക്ക് ഒരു നടക്കും, അത്രയ്ക്ക് ഒരു പോയിട്ടുണ്ട് ആക്രമിക്കാൻ. കർണാടക CPIMന്റെ സംസ്ഥാന കമ്മിറ്റി ആഫീസ് കേരളത്തിൽ തൃശ്ശൂരിലാണോ? അല്ലല്ലോ, ബാംഗ്ലൂരിലല്ലേ? നിങ്ങളവിടെ ആക്രമിച്ചില്ലേ? ഗുജറാത്തിൽ ആഫീസ് ആക്രമിച്ചില്ലേ? അതിനൊക്കെ നിങ്ങളോട് നന്ദി പറയാം. അവിടെ ഞങ്ങൾക്ക് ആഫീസ് പ്രവർത്തനം ഉണ്ട് എന്നും ഇതിന്റെ ഭാഗമായി കുറച്ച് ആളും കൂടി കൂടാനും നിങ്ങളുടെ അക്രമം സഹായിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ രീതി ഇങ്ങനെയല്ലേ? നിങ്ങൾ എങ്ങനെയാ അധികാരത്തിൽ വന്നത്? ശരി, അതാണ് നിങ്ങൾ അധികാരത്തിൽ വന്ന് CPIMന്റെ വാദം. ഈ പാർലമെന്റ് സമ്മേളനം ആരംഭിച്ച ആദ്യത്തെ ദിവസങ്ങളിൽ അംഗങ്ങൾ പലരും നോട്ടീസ് കൊടുത്തത് ഉത്തരേന്ത്യയിൽ പലയിടത്തും ഉണ്ടായിട്ടുള്ള തല്ലിക്കൊല്ലൽ കൊലപാതകങ്ങൾ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ്. ആ തല്ലിക്കൊല്ലലുകളോട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ച സമീപനം ഇതൊരു സംസ്ഥാന വിഷയമാണ് എന്നുള്ളതാണ്. സംസ്ഥാന വിഷയത്തിൽ ചർച്ച വേണ്ടതില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ചർച്ച ആ കാര്യത്തിൽ നടന്നു കഴിഞ്ഞ ദിവസം. എങ്കിൽ പോലും അങ്ങനെയുള്ളൊരു നിലപാട് മുന്നോട്ട് വെച്ചിരുന്നു. കേരളത്തിലേത് എന്തുകൊണ്ടാണ് കേരളത്തിലെ ക്രമസമാധാന പ്രശ്നം ഒരു സംസ്ഥാന വിഷയമായി മാറാത്തത്? പശുവിന്റെ പേരിൽ ആളുകളെ തല്ലിക്കൊന്നാൽ അത് സംസ്ഥാന വിഷയവും ഇവിടെ രാഷ്ട്രീയ കൊലപാതകം നടന്നാൽ അതൊരു ദേശീയ വിഷയവുമാകുന്നത് എങ്ങനെയാണ്? കേരളത്തിൽ ഇത് അവസാനിക്കണം. മറ്റുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന യാതൊരു തരത്തിലുള്ള അക്രമത്തെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. കേരളത്തിൽ CPM എന്നുള്ള ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഇത് BJPയുടെ മാത്രം പ്രശ്നമല്ലല്ലോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ, ഇന്ന് മീനാക്ഷിയിലേക്ക് പറഞ്ഞതിൽ മുസ്ലിം ലീഗിന്റെ, SDPIയുടെ ഒക്കെ പ്രവർത്തകരെ CPM അധികാരത്തിൽ വരുമ്പോഴേക്കും പൊതുപ്രവർത്തകർ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം പോലും ഹനിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ വിലക്കേർപ്പെടുത്തുന്ന, അവരുടെ ജീവൻ അപഹരിക്കുന്ന ഒരു നിലപാട് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. ഇത് അവസാനിക്കണം. ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത് പാർലമെന്റിൽ ഉന്നയിച്ചത്. പാർലമെന്റിൽ ഇക്കാര്യം ഉന്നയിക്കുന്നതിൽ തന്നെ യാതൊരു തെറ്റുമില്ല. നേരത്തെ ഇവിടെ പറയുന്നത് കേട്ടു, ശ്രീ P. കരുണാകരൻ MP എഴുന്നേറ്റപ്പോഴേക്കും സമയം ലഭിച്ചില്ല എന്ന്. അഭിലാഷ്, O. രാജഗോപാൽ കേരള നിയമസഭയിൽ എഴുന്നേൽക്കുമ്പോഴേക്കും O. രാജഗോപാൽ ലഭിക്കുന്ന സമയം നിയമസഭയിൽ എണിക്കുമ്പോഴേക്കും വളരെ കുറച്ച് സമയമേ അദ്ദേഹത്തിന് കിട്ടുകയുള്ളൂ. കാരണം പാർലമെന്റിലായാലും നിയമസഭയിലായാലും അംഗബലം വെച്ചിട്ട് അതുകൊണ്ട് O. രാജഗോപാലിനെ സംസാരിപ്പിക്കാതിരിക്കുന്നുണ്ടോ ശ്രീ VV രാജേഷ്? O. രാജഗോപാൽ സംസാരിക്കാൻ എണീക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ബഹളം വെച്ച് O. രാജഗോപാൽ സംസാരിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഒരു വിഷയത്തിൽ ഒരു പാർട്ടിയുടെ 2 നേതാക്കൾക്ക് സമയം കിട്ടുക? മീനാക്ഷി ലേഖി മാത്രമല്ലല്ലോ സംസാരിച്ചിട്ടുള്ളത്. അവർക്ക് കിട്ടിയ സമയം എത്രയാണ്? 4 മിനിറ്റ്. P. കരുണാകരന് കിട്ടുന്നത് അങ്ങനെ ആനുപാതികമായി അംഗങ്ങൾക്ക് കിട്ടേണ്ട സമയമാണ് എങ്കിൽ ശരി, ആ സമയം കൊണ്ട് P. കരുണാകരൻ സംസാരിക്കണമല്ലോ. എന്താണ് സംസാരിക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ ബഹളം വെക്കുന്നത്? അതിന് പിന്നിലുള്ളത് എന്താണ്? അതൊക്കെ ഇന്ത്യൻ പാർലമെന്റ് ചരിത്രം അഭിലാഷിച്ച് പരിശോധിച്ചാൽ മതി. പാർലമെന്റ് ചരിത്രത്തിൽ മുൻപും ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 47 മുതലുള്ള ചരിത്രമെടുത്ത് പരിശോധിച്ചിട്ട് ഇന്ന് മാത്രമാണ് അങ്ങനെ ഒരു സംഭവം നടന്നത് എന്നുണ്ടെങ്കിൽ നമുക്കത് മാത്രം ചർച്ച ചെയ്യാം. പാർലമെന്ററി പ്രവർത്തനം അങ്ങനെയല്ല ശ്രീ രാജേഷ്. അതിന്റെ അർത്ഥം മജോറിറ്റേറിയൻ വോയിസിനെ സ്ഥാനമുള്ളൂ, ഞങ്ങൾക്ക് അവിടെ ആൾബലമുണ്ട്, ആ ആൾബലം കൊണ്ട് ഞങ്ങൾ നിശബ്ദരാക്കും എന്നുള്ളതാണ്. അതൊട്ടും ജനാധിപത്യത്തിന് ഭൂഷണമല്ല. മീനാക്ഷി ലേഖിക്ക് കാര്യങ്ങൾ വിശദീകരിക്കണമെങ്കിൽ വിശദീകരിക്കാം. അതുപോലെ തന്നെ P. കരുണാകരനും വിശദീകരിക്കാനുള്ള അവസരം വേണം. അതാണ് പാർലമെന്ററി ജനാധിപത്യം. അത് ലഭിക്കാത്ത വിധത്തിൽ, അങ്ങനെ ഇടതുപക്ഷത്തിന്റെ ഒരു വിശദീകരണം പോലും പാർലമെന്റിൽ തടയുന്ന വിധത്തിൽ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ വലിയ അസഹിഷ്ണുതയാണത് കാണിക്കുന്നത്. അവിടെ യാതൊരു അസഹിഷ്ണുതയുമില്ല. P. കരുണാകരന് പറയുവാനുള്ള ആവശ്യത്തിനുള്ള സമയം കൊടുത്തിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. അത് സ്പീക്കറുടെ ഡിസ്ക്രിപ്ഷൻ പവറാണ്. വേറൊന്ന്, CPIMന് പാർലമെന്ററി ജനാധിപത്യ മര്യാദയെക്കുറിച്ച് പറയാൻ എന്താ അർഹത? KM മാണി ബഡ്ജറ്റ് അവതരിപ്പിച്ചു. KM മാണി ബഡ്ജറ്റ് അവതരിപ്പിച്ചതിനെ ഞങ്ങൾ സമരം ചെയ്ത് തീർത്തു. പക്ഷേ അന്ന് നിയമസഭയ്ക്കുള്ളിൽ കാട്ടിക്കൂട്ടിയത് റിയാസിന്റെ സുഹൃത്തുക്കൾ മേശപ്പുറത്ത് ഓടിക്കളിക്കുകയാണ്. കേരള നിയമസഭയിൽ നടന്നതും ഈ പാർലമെന്റിൽ നടന്നതും തമ്മിൽ താരതമ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ശ്രീ VV രാജേഷ്, ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, താങ്കൾ തിരുവനന്തപുരത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണല്ലോ. തിരുവനന്തപുരം ഇതുവരെ കാണാത്ത വിധത്തിലുള്ള അതിക്രമം കഴിഞ്ഞ ഒരാഴ്ചയായി
സാക്ഷ്യം വഹിക്കുന്നത് കണ്ടു. രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇതിന് അറുതി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടതെങ്കിലും ഈ പറയുന്ന സമാധാന ചർച്ചയ്ക്ക് ശേഷവും കാട്ടാക്കട പോലെയുള്ള മേഖലകളിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അക്രമം അവസാനിപ്പിക്കാൻ ഈ രണ്ടു കൂട്ടർക്കും ആത്മാർത്ഥതയുണ്ടെന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? കോൺഗ്രസിന് തോന്നിയിട്ടുണ്ടോ? അഭിലാഷ്, അവിടെയാണ് നമ്മൾ കാര്യങ്ങൾ ആലോചിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അക്രമത്തിലേക്ക് വീണ്ടും പോകുന്നതും ഈ അക്രമത്തിന്റെ അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു സംഘർഷാവസ്ഥ നിലനിർത്തിക്കൊണ്ട് പോകണമെന്ന് ഇവർക്ക് ആഗ്രഹമുള്ളത്? ഒരു ഭാഗത്ത് നമ്മൾ വളരെ ചർച്ച ചെയ്തതാണ്. ഒരു ഭാഗത്ത് ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്ന അഴിമതിയെ സംബന്ധിച്ചുള്ള അവരുടെ തന്നെ റിപ്പോർട്ട്, അവരുടെ ഇന്റേണൽ പാർട്ടി പൊളിറ്റിക്സിന്റെ ഭാഗമായി അവരുടെ ഡൊമസ്റ്റിക് എൻക്വയറി നടത്തി വന്ന റിപ്പോർട്ടും അതിനെ തുടർന്നുണ്ടായ കോഴ ആരോപണവും മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഒരു ഭാഗത്ത്, മറുഭാഗത്ത് കോവളം കൊട്ടാരം കൈമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിനപ്പുറത്തേക്ക് വിൻസെന്റിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയതുമായി ബന്ധപ്പെട്ട ജനരോഷം ഭയന്ന് അദ്ദേഹത്തിനെതിരെ മറ്റു കള്ളക്കേസുകൾ ഉൾപ്പെടെയുള്ള പെടുത്തിക്കൊണ്ട് അവിടെ നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ട് മറുഭാഗത്ത് നിൽക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇടതുപക്ഷവും ബി.ജെ.പിയും ഒരുപോലെ തന്നെ കേരളീയ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ, അവരെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു സംഘർഷാവസ്ഥയുണ്ട് എന്ന് വരുത്തി തീർത്ത് ഇത്തരത്തിൽ മുഖനിരീക്ഷിക്കേണ്ടത് രണ്ടുപേരുടെയും ആവശ്യമാണ് എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ. ഒന്ന്. രണ്ട്, CPM-ന്റെ DYF-യുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പറഞ്ഞു രാത്രിയിൽ ബി.ജെ.പിയും പകൽ കോൺഗ്രസും എന്ന്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എത്രയോ വർഷം ഭരിച്ചതാണ് പശ്ചിമ ബംഗാൾ ഇപ്പോൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ. നിങ്ങൾക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിഞ്ഞിട്ടോ പശ്ചിമ ബംഗാളിനെ കുറിച്ച്? നിങ്ങൾ എന്താ അതിനെക്കുറിച്ച്? അങ്ങ് DYF-യുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അല്ലേ, എന്താ അതിന് സാധിക്കാത്തത്? നിങ്ങൾ എത്രത്തോളം ശോഷിച്ചു പോയി? എന്തുകൊണ്ടാണ് ശോഷിച്ചത്? ഒരു കാര്യം കൂടി, നിങ്ങൾ ഇപ്പോൾ ഈ കോൺഗ്രസ് ബി.ജെ.പി ബന്ധത്തെക്കുറിച്ചൊക്കെ പറയുന്നല്ലോ. നിങ്ങളുടെ മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഞങ്ങളുടെ ഉൾപ്പെടെ മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി മധ്യപ്രദേശിൽ പോയി സംസാരിക്കാൻ ശ്രമിച്ചിട്ട് നടന്നിട്ടുണ്ടോ? അതേസമയം മംഗലാപുരത്ത് സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതാരാണ്? അതൊന്നും മറന്ന് സംസാരിക്കരുത്. ഞങ്ങൾ ഒരിക്കലും ഇത്തരം കാര്യങ്ങളെ, അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. നിയമവും നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകണം എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടു കൂട്ടരും ഇവിടെ അക്രമം അവസാനിപ്പിച്ച് സമാധാനത്തിന് സൃഷ്ടിക്കാനുള്ള അതിന് താങ്കൾക്ക് മറുപടി ഉണ്ടെന്ന് അറിയാം മുഹമ്മദ് റിയാസ്. അങ്ങയിലേക്ക് മടങ്ങിയെത്താം. അതിനു മുൻപ് ശ്രീ ജേക്കബ് ജോർജിലേക്ക്. ശ്രീ ജേക്കബ് ജോർജ്, കേരളത്തിലെ തിരുവനന്തപുരത്തെ അതിക്രമങ്ങൾ ഒരു ദേശീയ രാഷ്ട്രീയ വിഷയമായിരിക്കുന്നു. തുടർച്ചയായി 2 ദിവസം ഇത് പാർലമെന്റിൽ കാര്യമായ ബഹളത്തിന് തന്നെ ഇട നൽകിയിരിക്കുന്നു. ഈ വിഷയത്തെ ബി.ജെ.പി ദേശീയവൽക്കരിക്കുകയാണ്. അരുൺ ജെയ്റ്റ്ലി ഞായറാഴ്ച തിരുവനന്തപുരത്തേക്ക് വരാൻ പോവുകയാണ്. സമാധാന ചർച്ചയ്ക്ക് ശേഷവും ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് അവിടെ ഇപ്പോൾ താൽക്കാലികമായെങ്കിലും ഉണ്ടായിട്ടുള്ള, പുറമേക്കെങ്കിലുമുള്ള സമാധാനാന്തരീക്ഷത്തെ പ്രതികൂലമായി ബാധിക്കുമോ? അല്ല, കേന്ദ്ര നേതാക്കൾ ഇവിടെ വരുന്നത് കുടുംബത്തെ ആശ്വസിപ്പിക്കാനൊന്നും അല്ല, രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. ഞാൻ കുറ്റപ്പെടുത്തി പറയുകയല്ല. ബി.ജെ.പിയുടെ പ്രത്യേക രാഷ്ട്രീയ പ്രവർത്തനമാണ്. വളരെ അക്രമോത്സുകമായ ഒരു പ്രവർത്തനം അതാണ് ബി.ജെ.പി നടത്തുന്നത്. അക്രമോത്സുകം എന്ന് പറഞ്ഞത് ഇവിടുത്തെ അക്രമം ഉദ്ദേശിച്ചല്ല, വളരെ അഗ്രസീവായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് ബി.ജെ.പി ദേശീയ തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ കൊല്ലപ്പെട്ട ബി.ജെ.പി RSS പ്രവർത്തകൻ രാജേഷിന്റെ വീട് സന്ദർശിക്കാൻ കേന്ദ്ര നേതാക്കൾ എത്തുന്നത്, പ്രത്യേകിച്ച് അരുൺ ജെയ്റ്റ്ലി എത്തുന്നത്. ഞാൻ അതിനെ കുറ്റം പറയുകയല്ല. പക്ഷേ ഈ ഒരു രാഷ്ട്രീയം അതൊരു വലിയ കാര്യമാണ്. എത്രയോ സംസ്ഥാനത്ത് വലിയ അക്രമങ്ങൾ ബീഫിന്റെ പേരിൽ, ദളിതനായതിന്റെ പേരിൽ ഒക്കെ നടന്നിരിക്കുന്നു. അവിടെ ഒന്നും ഇതുപോലെ ഗവർണർ ഇടപെടുന്നില്ല, അവിടെയൊന്നും ഇതുപോലെ കേന്ദ്രമന്ത്രിമാർ പോകുന്നില്ല, അവിടെയൊന്നും ഇതുപോലെ പാർലമെന്റിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ചാ വിഷയമാക്കുന്നുമില്ല. പ്രധാനമന്ത്രി പോലും മിണ്ടുന്നില്ല ഇക്കാര്യത്തെക്കുറിച്ച്. ഈ കേരളം ഈ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചൊക്കെ വളരെ മുമ്പിൽ നിൽക്കുന്നു. ഇവിടെ ഒരു കാര്യമുണ്ടായാൽ കേരളം പോലെ എന്ത് കാര്യമായിട്ടാണ് പ്രതികരിക്കുന്നത്? കേരളത്തിന്റെ മാധ്യമങ്ങൾ എന്ത് ശക്തമായിട്ടാണ് ഈ അക്രമത്തെ അവലംബിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നത്? ഇതുപോലെയൊന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്നില്ല, നടക്കണം എന്നില്ല. ഇത് പക്ഷേ ഇത് കേരളമാണ്. ഇവിടെ ഒന്നാമത്തെ കാര്യം, ഇവിടെ ഇത്തരം അക്രമങ്ങൾ കേരള സമൂഹം വെച്ചു പൊറുപ്പിക്കില്ല, കേരള സമൂഹത്തിന് ഇഷ്ടമല്ല. രണ്ടാമത്തെ കാര്യം, സമാധാന ചർച്ച നടത്തിയതിനു ശേഷം ഇതിനെ രാഷ്ട്രീയ മാനം വീണ്ടും കൊടുക്കുന്നത് ഒരിക്കലും ആരോഗ്യപ്രദമായ കാര്യമല്ല. അവിടെയാണ് ശ്രീ വി. രാജേഷ് സംശയം. 2 മാസം കൊണ്ട് 729 കൊലപാതകമുണ്ടായ ഉത്തർപ്രദേശിൽ ഇല്ലാത്ത കേന്ദ്ര ഇടപെടൽ എന്തിന് കേരളത്തിൽ വേണം? ഗവർണർ മുഖ്യമന്ത്രിയെ വിളിപ്പിച്ചത് സ്വാഭാവികമാണ് എന്ന് തന്നെ വെച്ചോളൂ. പക്ഷേ ആഭ്യന്തര മന്ത്രാലയം കേരളത്തിൽ കാണിക്കുന്ന അമിത താല്പര്യം, കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ കാണുന്ന ഔത്സുക്യം, ബി.ജെ.പിക്കാരൻ കൊല്ലപ്പെട്ടാൽ മാത്രമല്ലല്ലോ രാജ്യത്തിന്റെ ഭരണകൂടം ഇടപെടേണ്ടത്. കേരളത്തിൽ എന്തിനാണ് ഇത്രയും താല്പര്യം? അല്ല, ഏതൊരു വ്യക്തിക്ക് നേരെയും, അത് ഗുജറാത്തിലാവട്ടെ, ഉത്തർപ്രദേശിലാവട്ടെ, കേരളത്തിലാകട്ടെ,
അതിക്രമങ്ങൾ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അവസാനിപ്പിക്കണം. അതിന് അവിടുത്തെ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് തന്നെയാണ് അതിന്റെ കടമ, അതിന്റെ ചുമതല, അതിന്റെ കർത്തവ്യം, അതിന്റെ ബാധ്യത. ഉത്തർപ്രദേശിൽ നടന്ന ഈ സംഭവങ്ങൾ റിയാസ് പറയുന്ന വിവരം, ഞാൻ കണക്കുകളുടെ കാര്യത്തിലല്ല, ഞാൻ തൊട്ട് മുമ്പ് 10 മിനിറ്റ് മുമ്പ് മറ്റൊരു ചാനൽ പറഞ്ഞ കാര്യത്തിലാണ് റിയാസ് മറുപടി പറഞ്ഞത്. അവിടെ അഖിലേഷ് യാദവ് ഭരിച്ച ഒരു വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ക്രൈം റേറ്റ് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ക്രൈം റേറ്റ് കുറഞ്ഞത് മഹത്തായെന്ന് ഞാൻ പറയില്ല, പക്ഷേ കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശ് കോടിക്കണക്കിന് ജനങ്ങൾ വരുന്ന ഒരു സംസ്ഥാനത്തിന്റെ വളരെ വികൃതമായ ഒരു സാമൂഹ്യ ഘടന പല സ്ഥലങ്ങളിലും നിലനിൽക്കുന്ന സംസ്ഥാനത്തിൽ സമയമെടുക്കും. എന്നാൽ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് ക്രൈം റേറ്റ് കുറയ്ക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ നടന്നത് വളരെ വലിയൊരു കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്. എന്നാൽ കേരളത്തിൽ നടക്കുന്നത് സംഘടനാ പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടുള്ള താലിബാനിസമാണ്. ഭരണപക്ഷത്തിന്റെ കോട്ടക്കൊത്തളങ്ങളിലേക്ക് മറ്റ് ഒരു രാഷ്ട്രീയ പാർട്ടിയും കടന്നു കയറാൻ പാടില്ല എന്ന നിലയ്ക്ക് ഭരണത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഉത്തർപ്രദേശിൽ നടക്കുന്ന അക്രമങ്ങളെ ഞാൻ ന്യായീകരിക്കുകയല്ല. അവിടെയൊക്കെ തന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കുമ്പോൾ അല്ല, ശ്രീ വി വി രാജേഷ്, ഈ കാര്യം പാർലമെന്റിൽ പറഞ്ഞാൽ ശരി, കേരളത്തെ കുറിച്ച് ധാരണയില്ലാത്ത ആളുകൾ അങ്ങനെ ചിന്തിക്കും. പക്ഷെ ഇത് കേരളീയരോട് പറയരുത്. കേരളത്തിൽ എവിടെയാണ് സംഘടനാ സ്വാതന്ത്ര്യം ഇല്ലാത്തവണ്ണം BJP-യെയോ RSS-നെയോ കടന്നാക്രമിക്കുന്നത്? ഞാൻ നേരത്തെ ഒരു നീണ്ട ലിസ്റ്റ് വായിച്ചുവല്ലോ, നിങ്ങളുടെ ആൾക്കാർ കൊല്ലപ്പെട്ടതിന്റെ ലിസ്റ്റ്, ഒപ്പം നിങ്ങൾ കൊന്നവരുടെയും ലിസ്റ്റ്. അങ്ങനെ ഏകപക്ഷീയമായി ഒരു വിഭാഗത്തെ, ഒരു സംഘടനയെ, ഒരു പ്രസ്ഥാനത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്തതാണ് എങ്കിൽ എങ്ങനെയാണ് മറുഭാഗത്ത് ആളുകൾ കൊല്ലപ്പെടുക? ശ്രീകാര്യത്ത് രാജേഷ് കൊല്ലപ്പെട്ട കോളനിയിൽ സംഘടനാ പ്രവർത്തനം നടത്തി ആ എടവക്കോട് വാർഡിൽ BJP 2ാം സ്ഥാനത്ത് 1000 വോട്ടിന്റെ ഭൂരിപക്ഷം CPM ഉണ്ടായിരുന്നുവെങ്കിൽ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വെറും 48 വോട്ടിന്റെ ഭൂരിപക്ഷമായി ചുരുക്കുകയും BJP 2ാം സ്ഥാനത്ത് വരികയും ചെയ്തു. അവിടെ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം അവസാനിപ്പിക്കുവാൻ വേണ്ടിയാണ് അതിന് മുൻകൈയെടുത്ത ആളിനെ വകവരുത്തിയത്. അങ്ങ് വരുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്നാ. അങ്ങേക്ക് നാളെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എന്നോടൊപ്പം മലപ്പട്ടം പഞ്ചായത്തിലൊന്ന് വരാൻ സാധിക്കുമോ? മലപ്പട്ടം പഞ്ചായത്തിൽ ഞാൻ BJP-യുടെ ഒരു കൊടി നാട്ടാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ ശ്രീ അഭിലാഷിന് എന്നോടൊപ്പം നിന്നുകൊണ്ട് എനിക്കൊരു പിന്തുണ, വാക്കാലൊരു പിന്തുണ തരാൻ അഭിലാഷിന് സാധിക്കുമോ? കണ്ണൂർ ജില്ലയിൽ എന്നെക്കാൾ കൂടുതൽ അവിടെ ജീവിച്ചു വളർന്ന അഭിലാഷ് മോഹൻ അറിയാമായിരിക്കും എത്രയോ ഗ്രാമങ്ങളിൽ സംഘടനാ പ്രവർത്തന സ്വാതന്ത്ര്യമില്ല എന്ന്. BJP-ക്ക് വോട്ട് ചെയ്ത ആളിന്റെ വിരൽ വെട്ടിയെടുത്ത ചരിത്രമുള്ള ജില്ലയാ കണ്ണൂർ ജില്ല. ഞങ്ങൾക്കവിടെ പ്രവർത്തിക്കണ്ടേ? അല്ല, അങ്ങനെ പ്രവർത്തന സ്വാതന്ത്ര്യമില്ലായ്മ എന്നുള്ളത് ഏതർത്ഥത്തിൽ ഈ പറഞ്ഞ മലപ്പട്ടത്തടക്കം? ശ്രീ രാജേഷ്, നിങ്ങൾ എല്ലാ പാർട്ടി ഗ്രാമങ്ങളിലൂടെയും ജാഥ നടത്തിയിരുന്നല്ലോ. ഇനിയിപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് BJP-ക്ക് പ്രവർത്തിക്കാൻ ആളില്ല എന്നുള്ളത് കൊണ്ട് അവിടെ പാർട്ടിക്ക് യൂണിറ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ആർക്കെങ്കിലും CPIM-നോ മറ്റു പാർട്ടികൾക്കോ BJP-ക്ക് പ്രവർത്തിക്കാൻ കുറച്ച് ആളുകളെ സംഭാവന ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ തന്നെ, എനിക്ക് തോന്നുന്നു 2-3 വർഷം മുൻപാണ് അവിടെയുള്ള എല്ലാ ഈ പറയുന്നത് പോലെയുള്ള പാർട്ടി ഗ്രാമങ്ങളെന്ന് ആരോപിക്കുന്ന ഗ്രാമാന്തരങ്ങളിലൂടെ ജാഥ നടത്തിയത്. അന്ന് ആരെങ്കിലും എവിടെയെങ്കിലും തടഞ്ഞോ? അന്ന് ആരും തടഞ്ഞില്ല. കാരണം മുൻനിരയിൽ നിന്ന് നയിച്ചത് ഞങ്ങളുടെ സംസ്ഥാന നേതാക്കന്മാർ ശ്രീ PK കൃഷ്ണദാസും V മുരളീധരൻ ഉൾപ്പെടെ ഉള്ളവരായിരുന്നു. അന്ന് അക്രമം ഉണ്ടാകുമെന്ന് പറഞ്ഞ പല സ്ഥലങ്ങളിലും അർദ്ധ സൈനിക വിഭാഗം, ഞാൻ ഓർക്കുന്നു, ഞാൻ യാത്ര ചെയ്ത കാറിന്റെ മുന്നിലും പിന്നിലുമായി ഞങ്ങളുടെ ഓരോ നേതാക്കന്മാർ യാത്ര ചെയ്തതിന്റെ മുന്നിലും പിന്നിലുമായി അർദ്ധ സൈനിക വിഭാഗം ഉണ്ടായിരുന്നു. ഞങ്ങൾ മലപ്പട്ടം പഞ്ചായത്തിൽ പ്രസംഗിക്കുമ്പോഴേക്കും അവിടെ കൂടിയിരുന്ന BJP പ്രവർത്തകരെക്കാൾ കൂടുതൽ യൂണിഫോം അറിഞ്ഞ തോക്കുധാരികളായ അർദ്ധ സൈനിക വിഭാഗമായിരുന്നു നിന്നത്. അവിടെ അല്ലാതെ ഒരു BJP പ്രവർത്തനം പ്രസംഗിക്കാൻ സാധിക്കുകയില്ല. ഇടവക്കോട് കണ്ണമ്മൂല വിഷ്ണു കൊല്ലപ്പെട്ടു. ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടി CPM പ്രവർത്തകരെ സംഭാവനയും ചെയ്യില്ല. പക്ഷേ എന്തിനാ കണ്ണമ്മൂല എന്ന് പറയുന്ന തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ വിഷ്ണുവിനെ കൊലപ്പെടുത്തിയത്? എന്തിനാ ചെങ്കൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അനിൽകുമാറിനെ കൊലപ്പെടുത്തിയത്? എന്തിനാണ് ഞങ്ങളുടെ പ്രവർത്തകരെ കൊല്ലപ്പെടുത്തിയത് എന്ന് ചോദിക്കാനുണ്ടാകുമല്ലോ. ശ്രീ വി രാജേഷ്, ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ മുഹമ്മദ് റിയാസ്, താങ്കളുടെ അവസരം. BJP മുന്നോട്ട് വെക്കുന്ന തിയറി അതാണ്, ഞങ്ങൾക്കിവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം, ഞങ്ങളെ ആ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ സമ്മതിക്കുന്നില്ല. ഭരണത്തിന്റെ കൂടി സ്വാധീനം ഉള്ളതുകൊണ്ട് രാക്ഷസീയമായി ജനാധിപത്യപരമായ അവകാശങ്ങളെ അടിച്ചമർത്തുകയാണ്, അതിനെ പ്രതിരോധിക്കുന്നവരെ കൊന്നു തള്ളുകയാണ്. അഭിലാഷേ, ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു, ഈ ചർച്ച പോസിറ്റീവായി മാറേണ്ടതുണ്ട്. ആളുകൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടോ വേറെ എന്തെങ്കിലും ഭാഗമായിട്ടോ കൊല്ലപ്പെടാൻ വേണ്ടി പാടില്ല. ചർച്ചയും അങ്ങനെ വരണം. അതുകൊണ്ട് വൈകാരിക ആക്രോശങ്ങളിലേക്ക് ഞാനില്ല. തുടക്കത്തിലേ പറഞ്ഞു, കണക്കുകൾ പറയാനും ഞാനില്ല. പക്ഷേ തിരിച്ചും കൂടെ പറഞ്ഞാൽ തിരിച്ചും ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് പറയാൻ നിർബന്ധനാണ്, പറയണം. തിരുവനന്തപുരം MG കോളേജിൽ കണ്ടിട്ടുണ്ട് ജനാധിപത്യം ആരാണ് ആർക്കാണ് നിഷേധിച്ചതെന്നൊക്കെ.
രാജേഷും ABVPയും ഒക്കെ അവിടെ എന്താ ചെയ്തതെന്ന് എല്ലാവരും കണ്ടു. അവിടെ പക്ഷേ SFI പിള്ളേർ, അവിടെ SFI സഖാക്കൾ നല്ല നിലയിൽ അവിടെ പ്രകടനം നടത്തി. കേരളത്തിൽ ഓരോ ജില്ല തിരിച്ച് ഞങ്ങളുടെ സഖാക്കൾ കൊല്ലപ്പെട്ട കണക്കുകളിൽ ഞാനത് വായിക്കുന്നില്ല. മൊത്തം 605 പേരാ കൊല്ലപ്പെട്ട, അതിൽ മഹാഭൂരിപക്ഷം പേരെയും കൊലപ്പെടുത്തിയ RSS. ഇതൊക്കെ ഇവിടെ ഉണ്ട് രാജേഷ്, എല്ലാം ഇവിടെ ഉണ്ട്. കേരളത്തിലൊരു MLA കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സഖാവ് കുഞ്ഞാലിയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് പരിശോധിച്ചോ, ഒരു ഇടതുപക്ഷ മുന്നണി കൺവീനർ മുതൽക്ക് എല്ലാവരും. ഇവിടെ കോൺഗ്രസിൻ്റെ വക്താവ് ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇനിയും പഠിക്കാൻ ഈ പാർട്ടി തയ്യാറാകുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്? സംഘപരിവാർ ഉയർത്തുന്ന അപകടകരമായ വെല്ലുവിളിയെ നേരിടാൻ കോൺഗ്രസിനാകുന്നില്ല. മൃദു ഹിന്ദുത്വ സമീപനം കൈക്കൊള്ളുന്നു. ഞാൻ കോൺഗ്രസ് നിന്ന് മാറിയ നേതാക്കന്മാരെ പേരൊന്നും ഈ ചർച്ചയെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞ ഏതെങ്കിലും വിട്ടുപോയാൽ പ്രേക്ഷകർ ഇങ്ങോട്ട് പറഞ്ഞു തരും, ഇതാ ഇന്നെ വിട്ടുപോയില്ല. അത്രയ്ക്ക് കാണാപ്പാടാ കേരളത്തിലെ ജനങ്ങൾക്ക്. കോൺഗ്രസിനൊരു നിലപാടുണ്ടോ? പിന്നെ കോൺഗ്രസിന് അക്രമത്തെക്കുറിച്ച് പറയാൻ വേണ്ടി പറ്റും. സ്വന്തം പാർട്ടി പ്രവർത്തിക്കണമെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കേണ്ട ഗതികേടല്ലേ ഗ്രൂപ്പ് പോരിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസിന്? അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. BJPക്ക് ഒപ്പം നിന്ന് ഇടതുപക്ഷത്തെ ആക്രമിക്കുന്ന രീതിയാണ്. ഇവിടെ രാജേഷ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, രാജേഷിൻ്റെ പാർട്ടിക്കാർ പാർലമെൻറ്റിൽ അനീതി കണ്ടാൽ ശബ്ദം ഉയർത്തും. എന്തേ ജുനൈദ് കൊല്ലപ്പെട്ടപ്പോൾ ഈ ശബ്ദം ഉയർത്താഞ്ഞത്? എന്തേ അലീമുദ്ദീൻ കൊല്ലപ്പെട്ടപ്പോൾ ഈ ശബ്ദം ഉയർത്താഞ്ഞത്? എന്തേ ഉനയിലെ വിഷയം ഉണ്ടായപ്പോൾ ഈ ശബ്ദം ഉയർത്താഞ്ഞത്? എന്തേ ഈ രാജ്യത്ത് അഖലാഖ് ഉൾപ്പെടെ കൊല്ലപ്പെട്ടപ്പോൾ ഈ ശബ്ദം ഉയർത്താത്തത്? ഇവിടെ വളരെ ബോധപൂർവം കേരളം എന്ന് പറയുന്ന സംസ്ഥാനം, ആ സംസ്ഥാനത്തെ ജനങ്ങളുടെ ഒരു രാഷ്ട്രീയ പ്രബുദ്ധത, മതനിരപേക്ഷത, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കേരളം വളരെ സെക്യുലറാണ്, കേരളം വളരെ സമാധാനപരമാണ്. ഇവരുദ്ദേശിച്ച പൊളിറ്റിക്സ് ഒന്നും ഇവിടെ നടക്കില്ല. പിന്നെ ഇവർ പിരിച്ചുവിടാനും പോകുന്നില്ല കേട്ടോ. ഇവർ ഗവൺമെന്റിനെ പിരിച്ചുവിടുന്ന നിങ്ങൾ കണക്കാക്കണ്ട. ഇവർക്ക് ഇപ്പോൾ ഒരു MLA ഉണ്ട്, തെരഞ്ഞെടുപ്പ് നടന്ന ഞാൻ അതും കൂടി ഇല്ലാണ്ടാവുന്നവർക്ക് അറിയാം. അതുകൊണ്ട് പിരിച്ചുവിടാനും ഞാൻ മടങ്ങിയെത്താം. ശ്രീ ജേക്കബ് ജോർജ്, കേരളത്തെ ഒരു പ്രത്യേക രീതിയിൽ ചിത്രീകരിക്കാനുള്ള ശ്രമം കഴിഞ്ഞ കുറച്ച് കാലമായി നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു നാഷണൽ നറേറ്റീവ് തന്നെ ഉണ്ടായി വരുന്നുണ്ട്. ഇവിടെ പാർലമെന്റിൽ BJPയുടെ അംഗങ്ങൾ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ ഉപയോഗിച്ച ഒരു വാചകം താലിബാനാണ്. താലിബാൻ ശൈലിയിൽ കേരളത്തിൽ ആളെ കൊല്ലുന്നു. ISISൽ ചേർന്ന ആളുകൾ ഇവിടെ നിന്നാണ് വരുന്നത്. ഇത് ദൈവം ഉപേക്ഷിച്ച നാടായി മാറിയിരിക്കുന്നു. കേരളത്തിലെ രാഷ്ട്രീയ അതിക്രമങ്ങളെ അപലപിക്കുന്നത് സ്വാഭാവികമായും നമുക്ക് മനസ്സിലാകും. പക്ഷേ കേരളം എന്ന ഭൂപ്രദേശത്തെ തന്നെ ഒരു പ്രത്യേക തരത്തിൽ അവതരിപ്പിക്കുന്നത്, ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കുന്നത് അത്ര സ്വാഭാവികമാണോ? അത് കേരള ജനതയ്ക്ക് തന്നെ എതിരാണെന്ന എൻ്റെ അഭിപ്രായം. കാരണം കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എല്ലാം കൊണ്ടും വളരെ മുമ്പിലാണ്. അഭിലാഷ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സാമ്പത്തികമായിട്ട് മാത്രമല്ല, തൊഴിൽപരമായിട്ട്, വിദ്യാഭ്യാസപരമായിട്ട്, സാംസ്കാരികപരമായിട്ട് എല്ലാ തലത്തിലും കേരളം വളരെ ഉയർന്ന തലത്തിലാണ്. പക്ഷേ ഈ ഒരു കൊലപാതകം ഉണ്ടല്ലോ, രാഷ്ട്രീയത്തിന്റെ പേരിൽ ഏറ്റുമുട്ടുക, അതിന്റെ പേരിൽ ആളുകളെ വെട്ടിക്കൊല്ലുക, ഇത് കിരാതമായ വളരെ വളരെ ഭീകരമായ ഒരവസ്ഥയാണ്. അത് എല്ലാ കക്ഷികളും, പ്രത്യേകിച്ച് CPMഉം BJPയും അവസാനിപ്പിച്ചേ പറ്റൂ. അതും കേരള ജനങ്ങൾ സഹിക്കത്തില്ല. കേരളത്തിലെ ജനങ്ങൾ സഹിക്കത്തില്ല. പൊതുസമൂഹത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യമല്ലത്. പൊതുസമൂഹത്തിന് ഒരു കാരണവശാലും വകവെച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതിനെ രണ്ട് കക്ഷികളുടെ നേതാക്കന്മാരും അപലപിക്കുന്നുമുണ്ട്. പക്ഷേ ഇത് നടക്കുന്നത് തടയാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം ഒരു കൊലപാതകം കൊണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തെയോ രാഷ്ട്രീയ ശക്തിയെയോ രാഷ്ട്രീയത്തിന്റെ ഇച്ഛാശക്തിയോ നശിപ്പിക്കാൻ ആർക്കും പറ്റിയില്ല. ഇതെല്ലാവർക്കും അറിയാം. ഈ തിയറി എല്ലാവർക്കും അറിയാം. പക്ഷേ അണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ കൊല്ലുന്നു. രണ്ടാമതൊരു കാര്യം കൂടിയുണ്ട് അഭിലാഷ്. ഇതിനകത്ത് CPM ഭരണകക്ഷിയാണ്. ഭരണപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് CPM. തീർച്ചയായിട്ടും ഇങ്ങനത്തെ കൊലപാതകങ്ങൾ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനാണ്, ക്രമസമാധാന പ്രശ്നമാണ്. അത് നിലനിർത്തേണ്ടത്, ക്രമസമാധാനം പാലിക്കേണ്ടതിന്റെ ആത്യന്തികമായ ചുമതല CPMനാണ്, അത് ഗവൺമെന്റിനാണ്, CPM നേതൃത്വത്തിനാണ്. അതിനവർ നിതാന്തമായ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. നിർഭാഗ്യവശാൽ ഏറ്റവും അവസാനം നടന്ന 2 കൊലപാതകങ്ങൾ RSSകാരായി കൊല്ലപ്പെട്ടത്. അങ്ങപ്പുറത്ത് നിൽക്കുന്നത് CPMകാരാണ്. അത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതും ദേശീയ തലത്തിൽ കേരളത്തിനെതിരെ വലിയ ഹൈ വോൾട്ടേജ് പ്രചാരണം നടത്തുന്നതും താലിബാൻകാരാണ് കേരളത്തിൽ എന്നൊക്കെ മുദ്ര കുത്തുന്നതും തീർച്ചയായിട്ടും അത് കേരള സമൂഹം എത്ര കണ്ട് പൊറുക്കും, എത്ര കണ്ട് അതിനോട് പ്രതികരിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് കാണണം. ശ്രീ VV രാജേഷ്, അത് എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. നിങ്ങൾ CPIMനെ ലക്ഷ്യം വെക്കുന്നത് മനസ്സിലാക്കും. പക്ഷെ കേരളത്തെ എന്തിനാണ് ലക്ഷ്യം വെക്കുന്നത്? എന്തിനാണ് കേരളത്തെ കുറിച്ച് പറയുമ്പോൾ താലിബാൻ, ISIS തുടങ്ങിയ വാക്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്? ISISൽ ചേരാൻ കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ഒട്ടുമിക്കവാറും സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആൾ പോയിട്ടുണ്ട്.
ഇതിനേക്കാൾ രാക്ഷസീയമായ കൊലപാതകങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുണ്ട്. പിണറായി വിജയൻ അധികാരത്തിലെത്തിയതിനു ശേഷം കേരളത്തിൽ നടന്നിട്ടുള്ള കൊലപാതകങ്ങളുടെ എത്രയോ ഇരട്ടി കൊലപാതകങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ കേരളത്തെ മാത്രം താലിബാനെയും IS-നെയും പാകിസ്ഥാനെയും ഒക്കെ കൂട്ടിക്കെട്ടേണ്ട കാര്യം എന്താണ്? കേരളം ഞങ്ങളുടേത് കൂടിയാണ്. കേരളത്തിൽ 30 ലക്ഷം വോട്ടുള്ള പാർട്ടിയാണ് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാത്ത ഒരുപാട് ജനങ്ങൾ ഞങ്ങളുടെ പാർട്ടിയുമായി താല്പര്യപ്പെട്ടവരുണ്ട്. കേരളത്തിൽ MLA ഉള്ള പാർട്ടിയാണ് ഞങ്ങൾ. കേരളം CPM-ന് പതിച്ചു കൊടുത്തിട്ടൊന്നുമില്ല. കേരളം ഞങ്ങളുടേത് കൂടിയാണ്. അപ്പോൾ കേരളത്തിന് ഏൽക്കുന്ന ഓരോ പോറലുകളും നമുക്ക് എല്ലാവർക്കും ഏൽക്കുന്ന പോറലുകളാണ്. ഞങ്ങൾ സംസാരിക്കുന്നത് കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. പക്ഷേ ഞങ്ങളവിടെ ഫോക്കസ് ചെയ്യുന്നത് ഗവൺമെന്റിന്റെ തെറ്റായ നടപടികളെയാണ്. ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഗവൺമെന്റിന് എതിരെ നിന്നുകൊണ്ട് ഞങ്ങൾ സംസാരിക്കും. അത് കേരളത്തിനെതിരെയുള്ള സംസാരമല്ല, അത് ജനാധിപത്യത്തിൽ ഗവൺമെന്റ് തിരുത്തുവാൻ വേണ്ടിയുള്ള നിലപാടുകൾ ഞങ്ങൾ സ്വീകരിക്കുന്നതാണ്. ഞങ്ങളിവിടെ പറയുന്നത് ഭരണകൂടം അക്രമികൾക്ക് പിന്തുണ കൊടുക്കുന്നു. ഭരണകൂടം പൂർവ്വമായിട്ടില്ലെങ്കിലും ഭരണകൂടത്തിലെ ചിലരുടെ പിൻബലത്തോടെയാണ് അക്രമികൾ ഈ എങ്ങനെ പറയാൻ പറ്റും? ശ്രീകാര്യത്ത് നിങ്ങളുടെ പ്രവർത്തകൻ കൊല്ലപ്പെട്ടതിന് ശേഷം 12 മണിക്കൂർ പൂർത്തിയാകുന്നതിന് മുൻപ് എല്ലാ പ്രതികളെയും പിടിച്ചു. നിങ്ങളുടെ ഓഫീസ് തിരുവനന്തപുരത്ത് ആക്രമിക്കപ്പെട്ടു. അതിലെ മുഴുവൻ പ്രതികളെയും പോലീസ് പിടിച്ചു. ഒരു ദിവസം ഒരു സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് പോലീസ് എല്ലാ പ്രതികളെയും പിടിച്ചു. അതിൽ ഉത്തരവാദപ്പെട്ട പാർട്ടി അവരുടെ പ്രവർത്തകരെ പുറത്താക്കി. അങ്ങനെ ഏത് കേസിലാണ് പ്രതികളെ പിടിക്കാത്തതുള്ളത്? അങ്ങനെ ഭരണകൂടം സ്പോൺസർ ചെയ്യുന്നുവെന്നോ ഭരണകൂടത്തിന്റെ തണലിൽ അക്രമികൾ അഴിഞ്ഞാടുവെന്നോ പറയാനുള്ള എന്ത് ഇൻസ്റ്റൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്? ഈ രണ്ട് കാര്യങ്ങളിലും എനിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. രാജേഷ് കേസിൽ കോൺസ്പിറസി പാർട്ടിൽ ജോയിൻ ചെയ്തിരുന്ന എല്ലാ പ്രതികളെയും പിടിച്ചു എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഇന്നലെ ദേശീയ പട്ടികജാതി കമ്മീഷൻ വൈസ് ചെയർമാൻ അവിടെ വന്നപ്പോഴേക്കും രാജേഷിന്റെ ഭാര്യയും അമ്മയും തന്നെ അവരുടെ സംശയം അദ്ദേഹത്തിന് മുൻപാകെ പ്രകടിപ്പിച്ചിട്ടുണ്ട്, അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. വേറൊരു കാര്യം, BJP-യുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആക്രമിച്ച കേസിലെ എല്ലാ പ്രതികളെയും 24 മണിക്കൂറിന് മുമ്പ് പിടിച്ചു എന്ന് അങ്ങ് പറഞ്ഞല്ലോ. തെളിവുകൾ ഞങ്ങൾ കൊടുത്തു, വിഷ്വൽസ് ഞങ്ങൾ കൊടുത്തു. അതിനു മുൻപൊരിക്കൽ BJP-യുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചു, പ്രതികളെ തൊട്ടിട്ടില്ല. അതിനു മുമ്പ് ഒരിക്കൽ BJP-യുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചു തിരുവനന്തപുരത്ത്, പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. മൂന്നാമത്തെ സംഭവത്തിൽ ഞങ്ങളുടെ CCTV ക്യാമറ വഴി DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിട്ടുള്ള റിയാസിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം IP ബിനുവിന്റെയും SFI ജില്ലാ സെക്രട്ടറിയുടെയും ചിത്രം ഞങ്ങൾ കൊടുത്തു. അതിൻ പ്രകാരം അവർക്ക് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ടാണ് അവർ അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് അതൊരു മഹത്തായ കാര്യമാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, കേരളത്തിൽ അങ്ങനെ അഭൂതപൂർവമായ ഒരു ക്രമസമാധാന തകർച്ച ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിൽ BJP-യും CPI-യും 2 വശങ്ങളിലായി നിന്ന് നടത്തുന്ന അതിക്രമങ്ങൾ പല കാലങ്ങളിൽ ഏറിയും കുറഞ്ഞും ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ ഇപ്പോൾ വലിയൊരു ക്രമസമാധാന തകർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വാദം നിലനിൽക്കുന്നതാണോ? അഭിലാഷ്, 2011-2016 UDF സർക്കാരിന്റെ കാലഘട്ടത്തെ അപേക്ഷിച്ച്, അതായത് ആ കാലഘട്ടത്തിലാണ് താരതമ്യേന കേരള ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ രാഷ്ട്രീയ സംഘർഷവും അതിനെ തുടർന്ന് കൊലപാതകങ്ങളും നടന്നിട്ടുള്ളത്. 2011-16 കാലഘട്ടത്തിലാണ് ഒരു വർഗീയ സംഘടനവും കേരളത്തിൽ ഉണ്ടാകാത്തത്, ഒരു വർഗീയ സംഘർഷവും കേരളത്തിൽ ഉണ്ടാകാത്തത്. അപ്പോൾ ഈ കേരള ചരിത്രത്തിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ 5 വർഷം മാറി വരുന്ന സർക്കാരുകളുടെ കാലത്തുണ്ടായിട്ടുള്ള ഇത്തരം ക്രൈമുകളുടെ റെക്കോർഡുകൾ ഡേറ്റകൾ പരിശോധിച്ചാൽ ഏറ്റവും കുറച്ച് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ 2011-16 കാലഘട്ടത്തിലാണ്. അതിനുശേഷം ഈ സർക്കാർ അധികാരത്തിൽ വന്ന് അന്ന് മുതൽ മുഖ്യമന്ത്രിയായി ചാർജ് എടുത്ത പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലൂടെ കൊലപാതകം ആരംഭിച്ചുകൊണ്ടാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നത്. അതിനുശേഷം ഇങ്ങോട്ട് അന്നു മുതൽ ഇന്ന് വരെയും രാഷ്ട്രീയ സംഘർഷത്തിന് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല. അങ്ങിങ്ങെ ഓരോ സ്ഥലങ്ങൾ മാറി മാറി വരുന്നു. തിരുവനന്തപുരം തലസ്ഥാന ജില്ലയിലേക്ക് വരുന്നത് ഇപ്പോഴാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗത്ത് അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ വളരെ ചെറിയ തോതിൽ ഒരു ക്രമാതീതമായി പോയി എന്ന് പറയാൻ കഴിയില്ലെങ്കിലും സംഘർഷം ഇവിടെ ചരിത്രത്തിൽ ആദ്യമായി മുഖ്യമന്ത്രിയെ ഗവർണർ വിളിച്ചു വരുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ പിന്നിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടായിരിക്കാം. പക്ഷെ അത് ഒഴിവാക്കേണ്ടതായിരുന്നു. അതിനകത്ത് അത് ചെയ്തത് ഒരു ക്രമസമാധാന പ്രശ്നം, ഒരു ക്രമസമാധാന തകർച്ച ഉണ്ട് എന്ന വാദത്തോട് താങ്കൾ പറയേണ്ടി വന്നിരിക്കുന്നു. ശ്രീ മുഹമ്മദ് റിയാസ്, ഏറ്റവും അവസാനമായി ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകം നിങ്ങൾ ആരോപണ വിധേയമായിരിക്കുന്ന കൊലപാതകമാണ്. അങ്ങനെയാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടും FIR-ഉം പറയുന്നത്. രാഷ്ട്രീയ സംഘർഷത്തിന്റെ ഉണ്ടായിട്ടുള്ള കൊലപാതകമാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഇതുവരെ. ഇനി കുറ്റപത്രം കൊടുക്കുന്ന സ്റ്റേജിൽ എങ്ങനെയാണെന്ന് അറിയില്ല. മുൻപ് കണ്ണൂരിൽ
അക്രമ പരമ്പര ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സമാധാന യോഗം ചേർന്ന് ആ സമാധാന ചർച്ചയുടെ ഉടമ്പടിയുടെ മഷി ഉണങ്ങുന്നതിന് മുൻപ് കൊല്ലപ്പെട്ടത് BJPയുടെ പ്രവർത്തകനാണ് അണ്ടല്ലൂരിലെ സന്തോഷ്. അങ്ങനെ കേരളത്തിൽ ഭരണം നടത്തുന്ന ഇവിടെയുള്ള സമാധാന ജീവിതം ഉറപ്പാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയുള്ള ഉത്തരവാദിത്തമുള്ള പാർട്ടിയാണ് ഈ അവസാനമായിട്ടുണ്ടായിരിക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളിലൊക്കെ ആരോപണ വിധേയമായിരിക്കുന്നത് എന്നുള്ളത് ചെറിയ കാര്യമല്ലല്ലോ. നിങ്ങൾക്കത് മൂടിവെക്കാനും കഴിയില്ല. അല്ല, അഭിലാഷ പറഞ്ഞല്ലോ, നമ്മൾ കൃത്യമായിട്ട് അതിൽ എടുത്തിട്ടുള്ള സ്റ്റെപ്സ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ RSSകാർ ഞങ്ങളെ കൊലപ്പെടുത്തുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് മാത്രമല്ല. ഇപ്പം അദ്ദേഹം പറഞ്ഞ കണക്ക് തെറ്റാണ്. UDF ശ്രീ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് 27 സഖാക്കളുടെ ജീവനാണ് 5 കൊല്ലത്തിനിടയിൽ കേരളത്തിൽ CPIM-ൽ പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ ഭാഗമായി, DYFI-ൽ പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ ഭാഗമായി നഷ്ടപ്പെട്ടത് 27. കോൺഗ്രസിനുണ്ടായിട്ടുണ്ടല്ലോ, മധു ഈച്ചരത്ത്, ലാൽജി, അനീഫ. നിങ്ങൾ പറയാൻ മറന്നുപോയാലും നിങ്ങളുടെ ഗ്രൂപ്പ് പോരിൻ്റെ ഭാഗമായി പരസ്പരം വെട്ടിമരിച്ചവരുടെ പേരുവരാണ്. ഉമ്മൻചാണ്ടി ആയിരുന്നല്ലോ അന്ന് ഭരിച്ചത്. അപ്പോൾ ആ കണക്കിലേക്കൊന്നും പോകണ്ട. അത് ജനം വിലയിരുത്തിയാണ്, വിധി എഴുതിയാണ്. നിങ്ങൾ ഈ എരുതിയിൽ എണ്ണ ഒഴിച്ച് പ്രശ്നത്തെ കാണരുത്. നിങ്ങളെടുക്കേണ്ട സമീപനം എന്താ? കേരളത്തിൻ്റെ സെക്യുലറിസത്തിന് കോട്ടം തട്ടിക്കണമെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ, കേരളത്തിലെ CPIM-നെ ദുർബലപ്പെടുത്തണം. ഈ ഒരു കാഴ്ചപ്പാടാണ് അമിത്ഷാ ഉൾപ്പെടെ കേരളത്തെ ഫോക്കസ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് അത് CPIM-ന് നേരെ മാത്രമല്ല, കേരളത്തിൻ്റെ സെക്യുലറിസത്തിന് നേരെയാണ്, കേരളത്തിലെ ജനങ്ങൾക്ക് നേരെയാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ നിലപാടിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ട കോൺഗ്രസ് ഇവിടെ എടുക്കുന്നു നോക്കി. ചാനൽ ചർച്ചയിൽ മാത്രമല്ല, പൊതുവെ എടുക്കുന്ന സമീപനം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇത് തന്നെയാണ് പ്രശ്നം. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, BJP ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം BJP ഒരു 4 പൊതുയോഗം നടത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു 10 ആൾ കൂടും ഈ കേരളത്തിൽ. കാരണം കേരളം ഒരിക്കലും സ്വീകരിക്കാത്ത രാഷ്ട്രീയമാണ് അതൊക്കെ രാഷ്ട്രീയം നേരിടണം. ശ്രീ മുഹമ്മദ് റിയാസ്, ഇവിടെ ഇപ്പൊ കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞുവല്ലോ. ഒരു ചെറുപ്പക്കാരനെ നിഷ്ഠൂരമായി വെട്ടിക്കൊന്ന് അയാളുടെ കൈ കൊത്തി വലിച്ചെറിയുന്നതിനോട് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് യോജിക്കാനാവുക? അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചാൽ എങ്ങനെയാണ് ഒരു പാർട്ടിക്ക് യോജിക്കാനാവുക? അതുകൊണ്ട് സ്വാഭാവികമായും കോൺഗ്രസിന് പറ്റില്ല, മുസ്ലിം ലീഗിന് പറ്റില്ല, മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും പറ്റില്ല. ഇവിടെ ഭരണകൂടം എന്നുള്ള നിലയിലുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതിലെ പോരായ്മ, ഒപ്പം മുഖ്യ ഭരണകക്ഷി എന്നുള്ള നിലയിൽ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിലെ പോരായ്മ, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളല്ലേ? ഈ സർക്കാർ അധികാരമേറ്റതിന് ശേഷം നടന്നിട്ടുള്ള ആദ്യത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനമായി കോടിയേരി ബാലകൃഷ്ണൻ വിശദീകരിച്ചത്, നാട്ടിലൊരു സമാധാന ഭംഗമുണ്ടായാൽ അവിടെ ആ സമാധാനം പുനഃസ്ഥാപിക്കാൻ മുൻകൈ എടുക്കുന്ന ആദ്യത്തെ ചുമതല ഞങ്ങളുടെ പ്രവർത്തകർ ഏറ്റെടുക്കുമെന്നുള്ളതായിരുന്നു. എല്ലാ തരത്തിലുള്ള അക്രമ സംഭവങ്ങളിൽ നിന്നും പാർട്ടി പ്രവർത്തകർ വിട്ടുനിൽക്കണമെന്ന കർശന നിർദ്ദേശം അന്ന് നൽകിയിരുന്നു പിണറായി വിജയൻ അധികാരമേറ്റ ആദ്യത്തെ ആഴ്ച. പക്ഷെ എന്ത് സംഭവിച്ചു കഴിഞ്ഞ ഇത്രയും മാസങ്ങൾക്കിടയിൽ? അല്ല, ആ നിലപാട് തന്നെ, അന്നുള്ള നിലപാട് തന്നെ ഇന്നും നിലപാടുള്ളത്. അന്ന് പറഞ്ഞ മാത്രമല്ല, ഇന്നും സഖാവ് കോടിയേരി അത് കൃത്യമായിട്ട് പ്രകോപനത്തിൽ വീഴരുത്, പ്രകോപനം ബോധപൂർവ്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതിൽ വീഴാതിരിക്കണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആളുകളെ കൊലപ്പെടുത്തുമ്പോൾ കോൺഗ്രസ് മാത്രമല്ല, മുസ്ലിം ലീഗ് മാത്രമല്ല, CPI മാത്രമല്ല, BJP മാത്രമല്ല, എല്ലാവരും പ്രതിഷേധിക്കണം. അതിനോട് യോജിക്കാൻ വേണ്ടി പാടില്ല. പക്ഷേ CPIM-ൻ്റെ ആളുകളെ വെട്ടുകയും കൊല്ലുകയും ചെയ്യുമ്പോൾ ഈ കോൺഗ്രസ്സുകാരുടെ പ്രതിഷേധം എവിടെയും കണ്ടിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കോൺഗ്രസ്സുകാരും വേണ്ടിയിട്ടില്ല. CPIM-ൻ്റെ പ്രവർത്തകർ, CPIM-ൻ്റെ സഖാക്കൾ കൊല്ലപ്പെടുമ്പോൾ, ആപ്പീസ് ആക്രമിക്കപ്പെടുമ്പോൾ, നേതാക്കന്മാർക്ക് ഭീഷണി വരുന്ന സമയത്ത് നിലപാടെടുക്കാത്ത കോൺഗ്രസ്, BJP ഇങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് CPIM-നെതിരെ, സർക്കാരിനെതിരെ തിരിക്കാൻ നോക്കുന്നതിനെയാണ് ഞാൻ വിമർശിച്ചത്. അത് താൽക്കാലികമായി കോൺഗ്രസിന് എന്തെങ്കിലും മുതലെടുപ്പ് നടത്താനോ അല്ലെങ്കിൽ എരുതിയിൽ എണ്ണ ഒഴിക്കാനോ എന്നുള്ളത് കരുതി അത് BJP സമാധാന ചർച്ചയ്ക്ക് ശേഷം പിന്നെയും ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ചാൽ ഉണ്ടാകുന്ന അപകടം, അവിടെ താൽക്കാലികമായിട്ടെങ്കിലും ഉണ്ടായിട്ടുള്ള സമാധാനം നഷ്ടപ്പെടും എന്നുള്ളതാണല്ലോ. സമാധാന ചർച്ചയ്ക്ക് ശേഷം കുമ്മനം രാജശേഖരൻ ഞങ്ങൾ സമാധാനത്തിന്റെ പക്ഷത്തുണ്ടാകുമെന്ന് ഉറപ്പു നൽകിയതാണ് അദ്ദേഹം മാധ്യമങ്ങളുടെ ക്യാമറയ്ക്ക് മുൻപിലാണ് പറഞ്ഞത്. അതിനുശേഷം പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കുന്നു, അതൊരു ദേശീയ രാഷ്ട്രീയ വിഷയമാക്കുന്നു. അരുൺ ജെയ്റ്റ്ലി ഞായറാഴ്ച വരുന്നു. എന്താണ് BJP ഉദ്ദേശിക്കുന്നത്? അഭിലാഷ്, സമാധാന ചർച്ചയ്ക്ക് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ പോയതിനു ശേഷം അവിടെ മുഖ്യമന്ത്രിയുടെ മുൻപിൽ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞൊരു ധാരണയിലെത്തിയതിനു ശേഷം കേരളത്തിൽ ഒരു ഇല അനങ്ങിയിട്ടില്ലല്ലോ. ഞങ്ങളുടെ ഒരു പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും യാതൊരു തരത്തിലുള്ള പ്രകോപനപരമായ ഒരു മുദ്രാവാക്യം പോലും ഉണ്ടായിട്ടില്ലല്ലോ.
ഞങ്ങൾ കേരളത്തിൽ സമ്പൂർണ്ണമായിട്ടും സമാധാനപരമായിട്ട് എല്ലാവർക്കും പൊതുപ്രവർത്തനം നടത്തണം. അങ്ങനെയുള്ള നടപടി തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. ഒന്നോ രണ്ടോ ചില ഗ്രാമങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഞങ്ങളുടെ പ്രവർത്തകരുടെ ചില ഭാഗത്തുനിന്നും ചില പ്രകോപനങ്ങൾ ഉണ്ടാകാൻ ശ്രമിച്ചപ്പോൾ തന്നെ നേതൃത്വം ഇടപെട്ട് അതിനെ ഞങ്ങൾ അവസാനിപ്പിച്ചു. എന്നാൽ ഇതൊരു രാഷ്ട്രീയ വിഷയമാണ്. ഇത് എന്നേക്കുമായി ഇവിടെ അവസാനിക്കേണ്ടതായിട്ടുണ്ട്. അത് ഇന്ത്യൻ പാർലമെന്റിൽ സ്വാഭാവികമായിട്ടും കേരളത്തിൽ വന്ന് കണ്ട നേതാക്കന്മാർ അത് ചില അവസരങ്ങളിൽ പറയും. ശ്രീ അരുൺ ജെയ്റ്റ്ലിയെ പോലുള്ള ലോകം അറിയപ്പെടുന്ന ഒരു നേതാവ് ഒരു സംസ്ഥാനത്ത് വരുന്നത് പ്രകോപനം സൃഷ്ടിക്കാനാണോ അണികളെ സമാധാനിപ്പിക്കാനോ വരുന്നത്? അരുൺ ജെയ്റ്റ്ലിയെ പോലെ പരിണിതപ്രജ്ഞനായ ഒരു നേതാവ് കേരളത്തിൽ വരുമ്പോൾ, രാജേഷിന്റെ വീട്ടിൽ വരുമ്പോൾ ആ കുടുംബത്തിനൊരു ആത്മവിശ്വാസം, ആ കുടുംബത്തിനൊരു ആശ്വാസം, ഒപ്പം തന്നെ അദ്ദേഹം ഞങ്ങളുടെ പ്രവർത്തകരോട് പറയാനുള്ളത് എന്തും സഹിച്ച് സമാധാനത്തിന്റെ പാതയിൽ നിങ്ങൾ മുന്നോട്ട് പോകുക. അതിനാണല്ലോ മുതിർന്ന നേതാക്കന്മാർ വരുന്നത്. അല്ലാതെ അരുൺ ജെയ്റ്റ്ലിയെ പോലുള്ള നേതാക്കന്മാർ വരുന്നത് കൊണ്ടുള്ള അങ്ങ് പറയുന്നത് പോലുള്ള അപകടം ദർശിക്കരുത്. സമാധാനം ഉണ്ടാകട്ടെ. എന്തായാലും ശ്രീ വി രാജേഷ്, ശ്രീ ജേക്കബ് ജോർജ്, ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ വല്ലാത്ത സമ്മർദ്ദത്തിലാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ദേശീയ തലത്തിൽ ഈ വിഷയം ചർച്ചയാകുന്നു എന്നുള്ളത് ഒരു കാര്യം, ഗവർണർ ഇടപെട്ടിരിക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. തീർച്ചയായും ക്രമസമാധാന ചുമതല ഉള്ള, പോലീസിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് പൂർണ്ണമായ തോതിലുള്ള സമാധാനം നാട്ടിൽ പുലരണമെന്ന് ആഗ്രഹിക്കും. അദ്ദേഹത്തിന് ആ ആഗ്രഹം നിറവേറ്റാൻ പൂർണ്ണമായ അർത്ഥത്തിൽ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ടോ? അല്ല അഭിലാഷ്, പിണറായി വിജയന്റെ ഭരണത്തില് പോലീസ് ഏറെക്കുറെ പൂർണ്ണമായിട്ടും സ്വതന്ത്രമായി തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ കണക്കാക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം സിനിമാ നടൻ ദിലീപിന്റെ അറസ്റ്റ്. അതിനുശേഷം ദിലീപിനെതിരെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികൾക്കെതിരെയും നടത്തിയ സംഘടിതമായ അന്വേഷണം, അതിശക്തമായ അന്വേഷണം, ഒരു നിയന്ത്രണവുമില്ലാതെ നടത്തുന്ന പോലീസ് അന്വേഷണം. ഏറ്റവും ഒടുവിൽ നേരത്തെ അഭിലാഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ രാജേഷ് എന്ന RSS പ്രവർത്തകൻ കൊല്ലപ്പെട്ട മണിക്കൂറുകൾക്കുള്ളിൽ പ്രതികളെ വളരെ വിദഗ്ധമായ രീതിയിൽ പോലീസ് പിടിച്ചു. ഒരു നിയന്ത്രണവും ഉണ്ടായില്ലല്ലോ. BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ്, നേരത്തെ രാജേഷ് പറഞ്ഞു അവരുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറി ആക്രമിച്ചിട്ട് ആരെയും പിടിച്ചില്ലല്ലോ എന്ന്. അവിടെ ഒളിക്യാമറ ഉണ്ടായിരുന്നോ? അവിടെ CCTV ഇല്ലായിരുന്നോ? ഞാൻ കേട്ടത് CCTV അങ്ങനെ ഓഫ് ചെയ്തിരുന്നു എന്നാണ്. പോട്ടെ. പക്ഷെ എന്തൊക്കെയാണെങ്കിലും അവിടെ വഴിയിലൊക്കെ ഇപ്പൊ CCTV ആണല്ലോ, എല്ലായിടത്തും CCTV ഉണ്ട്, അയൽവക്കങ്ങളിലുണ്ട്. അവിടെ നിന്നൊക്കെ പോലീസിന് എടുക്കാമായിരുന്നുവല്ലോ. പോട്ടെ, ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്തൊക്കെയാണെങ്കിലും ഇവിടെ പ്രകോപനമുണ്ടായാലും പ്രതികരിക്കാതിരിക്കേണ്ടത് CPM പ്രവർത്തകരുടെ കടമയാണ് അഭിലാഷ്. അതാണ് CPM-കാര്. മുമ്പൊക്കെ CPM മുഖ്യമന്ത്രി, CPM ഭരിക്കുമ്പോൾ ആ ഭരണത്തിന് സപ്പോർട്ട് ബേസ് ആകുന്നത് കേരളത്തിലെ CPM പ്രവർത്തകരാണ്. നാട്ടിലൊരു പ്രശ്നം ഉണ്ടായാൽ ഉടൻ ഇടപെടും. ഇവിടെ കേരളത്തിലെ പോലീസിന്റെ മേൽ ഒരു ജില്ലാ കമ്മിറ്റിക്കോ, ഞാൻ പറയൂ സക്കീർ ഹുസൈൻ എന്നൊരു CPM നേതാവ് എറണാകുളത്ത്, ആ നേതാവിനെ എത്ര ദിവസമായി പിടിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരുന്നത്? ആ കുറ്റത്തിൽ സക്കീർ ഹുസൈൻ കുറ്റക്കാരനല്ലതാനും അല്ലെന്നെ വ്യക്തമായിട്ടറിയാം. അങ്ങനെ ചെയ്യുന്നൊരു പോലീസ് തീർച്ചയായിട്ടും ഇതുപോലുള്ള ആക്രമണം നടക്കുമ്പോൾ രണ്ടു കൂട്ടരെയും അതിശക്തമായിട്ട് അടിച്ചമർത്താൻ ശേഷിയുള്ളവരാണ്. അങ്ങനെ മുന്നോട്ട് വരണം. പോലീസിന്റെ ശക്തമായ ഇടപെടൽ കൊണ്ട് മാത്രമേ ഇത്തരം അക്രമ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇക്കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളെക്കാൾ വലിയ പങ്ക് പോലീസിനുണ്ട് എന്ന് തന്നെയാണ് നാം കണക്കാക്കേണ്ടത്. തീർച്ചയായും രാഷ്ട്രീയ മുതലെടുപ്പല്ല, മറിച്ച് ശക്തമായ നീതി നിർവഹണമാണ് ആവശ്യം. അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു കാരണവശാലും രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള വേദിയായി ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളെ ഉപയോഗിക്കാനും പാടില്ല. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ വി രാജേഷ്, ശ്രീ മുഹമ്മദ് റിയാസ്, ഒപ്പം ശ്രീ ജ്യോതികുമാർ ചാമക്കാല.